ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര സർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമുഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പാ ശരണം. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നമ്മുടെ ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് രണ്ടാം ദിവസം. ഇന്നലെ വിഷു ദിവസം നമ്മൾ ഭാഗവതജ്ഞാന ഗംഗ പ്രവഹിക്കാൻ ആരംഭിച്ചു. ഇന്ന് രണ്ടാം ദിവസമാണ്. നമ്മൾ ശ്രീമദ് ഭാഗവത മാഹാത്മ്യമാണ് ഇന്നലെ തുടങ്ങി വെച്ചത്. പത്മപുരാണ അന്തർഗതമായ 6 അധ്യായങ്ങളാണ് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. അവിടുന്ന് നമ്മൾ തുടങ്ങി വെച്ചു.
ഈ 6 അധ്യായങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാൻ. പ്രോപ്പർ ഭാഗവതം 12 സ്കന്ധങ്ങൾ, 335 അധ്യായങ്ങൾ, 18,000 ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ എന്നറിയപ്പെടുന്ന ആ പ്രത്യക്ഷ ഭഗവത് സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഏതാനും ദിവസങ്ങളെടുക്കും. 6 അധ്യായങ്ങൾ, വലിയ അധ്യായങ്ങളാണ് ഈ ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിലെ. എല്ലാം എന്താ പറയുക, 60 ശ്ലോകങ്ങൾക്ക് മുകളിൽ, പലതും 100 ശ്ലോകങ്ങളുള്ളതാണ്, 80, 100 ശ്ലോകങ്ങളുള്ള അധ്യായങ്ങളാണ്. പക്ഷെ കഥയാണ്. വലിയ തത്വങ്ങളൊന്നും നമ്മൾ പറഞ്ഞ സമയം ഇതാക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഭാഗവത മാഹാത്മ്യ കഥകൾ അത് പറഞ്ഞു പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോഴേക്കും വരാനുള്ളവരൊക്കെ വന്നു ചേരട്ടെ. വൈകി എത്തിയവർക്കും സങ്കടം വേണ്ട, ഞങ്ങൾക്ക് ഭാഗവതം മിസ്സായി എന്ന് ആർക്കും തോന്നണ്ട. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു 2-3 ശ്ലോകങ്ങൾ നോക്കി വെച്ചു, അല്ലെങ്കിൽ തുടങ്ങി വെച്ചു. മംഗള ശ്ലോകങ്ങളായിരുന്നു ഒരു 3 എണ്ണം. അത് കഴിഞ്ഞ് മാഹാത്മ്യത്തിലെ ഒരു ശ്ലോകവും എടുത്തു എന്ന് വേണം പറയാം. ബാക്കി തുടരണം, നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭാഗവതമാഹാത്മ്യേ പ്രഥമസ്കന്ധഃ. പ്രഥമോധ്യായഃ, പ്രഥമസ്കന്ധമല്ല, പ്രഥമോധ്യായഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ, താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം, ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ, തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം, കഥാ മൃദരസാസ്വാദകുശലഃ സൗനകോ ബ്രവീത്. ഈ 4 ശ്ലോകങ്ങളാണ് ഇന്നലെ കണ്ടത്. ഓർമ്മ വരുന്നുണ്ടാവും, ഇന്നലെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഈ 4 ശ്ലോകങ്ങളുടെയും അർത്ഥം വായിക്കുമ്പോൾ തോന്നും. ആദ്യത്തെ ശ്ലോകം, മംഗളശ്ലോകം, കൃഷ്ണൻ നാരായണം വന്ദേ എന്നുള്ളത് 4 കൃഷ്ണന്മാരെ വന്ദിച്ചതാണ്. സാക്ഷാൽ നാരായണനാകുന്ന കൃഷ്ണൻ വന്ദേ വ്രജപ്രിയം എന്ന് പറഞ്ഞു. കൃഷ്ണം വന്ദേ വ്രജപ്രിയം, വ്രജപ്രിയനായ കൃഷ്ണനെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ ഇന്നലെ ഇതുണ്ടായിരുന്നു കമൻറ്റിൽ, എന്താണ് ഈ വ്രജം, ആരാണ് ഈ വ്രജപ്രിയം എന്ന്. അപ്പം നമ്മുടെ ഇതിനു മുമ്പുള്ള ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാത്ത ആളാണെന്നാണ് തോന്നണത്. എന്ന് വെച്ചാൽ നമ്മൾ പല ക്ലാസ്സുകളിലും ഈ വ്രജശബ്ദത്തിൻ്റെ അർത്ഥങ്ങൾ നാരായണീയത്തിലൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞതാണ്. അപ്പോൾ നാരായണീയത്തിലൊന്നും പങ്കെടുക്കാത്ത ആൾ വന്നിരിക്കുകയാണ്. ആയിക്കോട്ടെ, അവർക്കും ചാൻസ് ഉണ്ട്. വ്രജം എന്ന് പറഞ്ഞാൽ ഗോകുലത്തിൻ്റെ പര്യായ ശബ്ദമാണ്. ഇന്നലെ ഉണ്ടായിരുന്ന ആൾ ഇന്ന് ഉണ്ടാവുമെന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയുകയാണ്. വ്രജമെന്നാൽ ഗോകുലത്തിൻ്റെ പര്യായ ശബ്ദമാണ് വ്രജം. വ്രജതീതി വ്രജം, വ്രജിക്കുന്നത് കൊണ്ടാണ് അതിന് വ്രജം എന്ന പേര്. വ്രജിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നാണ്, മൊബിലിറ്റി ഉള്ളത് എന്നാണ്. എന്ന് വെച്ചാൽ ഗോകുലം അത് സെമി പെർമനൻ്റ് ആയിട്ടുള്ള താമസ സൗകര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് വ്രജം എന്ന് പേര് പറയുന്നത്. എവിടെയാണോ ഭൂപ്രകൃതി പശുക്കളെ മേയ്ക്കാൻ പാകത്തിനുള്ളത്, ധാരാളം പുല്ലും വെള്ളവും കിട്ടുന്ന ഭൂപ്രകൃതി എവിടെയാണോ ഉള്ളത്, അവിടെയാണ് ഈ പശുക്കളെ മേയ്ക്കുന്ന ഗോപാലന്മാർ താമസിക്കുക. ഇപ്പം നമ്മുടെ കേരളത്തിൽ പാലക്കാടൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ വരും.
ചെമ്മരിയാടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ മിനിഞ്ഞാന്നൊക്കെ നമ്മുടെ അവിടെ ചുറ്റും വരുന്നുണ്ട്. ഞങ്ങൾ എന്താ പറയുക, നമ്മൾ കാശ് കൊടുത്ത് ചിലവാക്കിയിട്ട് കൂലിയൊക്കെ കൊടുത്ത് പച്ചക്കറിയൊക്കെ മുളച്ച് വരുന്നതിലൊക്കെ വന്ന് മിനിഞ്ഞാന്ന് വന്ന് ചെമ്മരിയാടുകൾ വന്ന് കടിച്ചിട്ട് പോയി. പയറൊക്കെ മുളച്ച് വരുന്നതിനൊക്കെ പകുതി തിന്നിട്ട് പോയി. പുഴയിലേക്ക് മേയാൻ വരുന്നതാണ്. അതുകൾ എവിടെ വേണമെങ്കിൽ വലിഞ്ഞു കയറും. ആടുകൾക്ക് അറിയില്ലല്ലോ, അവർക്ക് പച്ചപ്പ് കണ്ടിടത്തൊക്കെ കയറും. അപ്പം നോക്കാൻ നമ്മളിവിടെ കാവലിരിക്കണം, ഇരുന്നില്ലെങ്കിൽ പോയി എന്നർത്ഥം. അപ്പോൾ പല വഴിക്ക് അവർ കയറി വന്ന് ചറപുറാന്ന് കൂട്ടത്തോടു കൂടി വന്ന് കടിച്ചു വലിച്ചുകൊണ്ട് പോയി, കുറേ പോയി. അപ്പോൾ എന്താണ്, അവരിവിടെ എവിടെയെങ്കിലുമൊക്കെ ഷെഡ് ഇട്ടിട്ടുണ്ടാവും. അവരുടെ ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വന്ന് താമസിക്കും. കുറച്ച് കാലം ഇവിടെയൊക്കെ മേയും. അത് കഴിഞ്ഞാൽ പോവും. കൊയ്ത്ത് കഴിയുമ്പോഴാണ് ഇവിടെ വരിക. ഇനിയിപ്പോൾ കൃഷി ഇറക്കാറാകുമ്പോഴേക്കും എല്ലാം പതുക്കെ സ്ഥലം വിടും. അതുപോലെ ഓരോ താറാവിൻ്റെ ആൾക്കാർ വരും. അങ്ങനെ പലരും മാറി മാറി ഓരോ സീസണിൽ ഓരോ ഗ്രൂപ്പുകൾ വരിക എന്നുള്ളതുണ്ട്. അത് പ്രത്യേകിച്ച് പാലക്കാട് തമിഴ്നാടിൻ്റെ ബോർഡർ ആയതുകൊണ്ട് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കേരളീയർക്ക് തന്നെ ഒരു തൊഴിലും വശമില്ലാത്തതുള്ളൂ. ഫെൻസിങ് ഒക്കെ ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി വരും. അപ്പോൾ വന്നത് എന്താ പറഞ്ഞമാര്, വ്രജം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെമി പെർമനൻ്റ് ആയിട്ട് മൊബിലിറ്റി ഉള്ള യൂണിറ്റുകൾ അവിടെ കൂട്ടായിട്ട് താമസിക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ വെള്ളവും പുല്ലും ഒന്നും കിട്ടാതായാൽ, പശുക്കൾക്ക് മേയാൻ സാഹചര്യം ഇല്ലെങ്കിൽ പാക്കപ്പ് ചെയ്യും. വേറൊരു ഭാഗത്ത് പോയി അവരുടെ ടെൻറ്റ് കെട്ടും, താമസിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചിലടത്ത് വർഷങ്ങളോളം താമസിച്ചു എന്ന് വരും. അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച്, സൗകര്യങ്ങൾക്കനുസരിച്ച്. ഇന്നത്തെ കാലമല്ലല്ലോ പഴയ കാലം. അപ്പോൾ 4 വർഷം 6 വർഷം 10 വർഷം ഒക്കെ താമസിക്കുന്ന രീതിയിൽ ഓരോ ഭാഗത്ത് പോയി താമസിക്കും. അതുകൊണ്ട് പ്രകൃതിക്കും ഗുണമുണ്ട്. എന്താ വെച്ചാൽ ഈ മേയുന്ന പശുക്കളുടെയൊക്കെ ചാണകവും മറ്റുമൊക്കെ വീണ് ഭൂമിയും ഫെർട്ടൈലായി മാറും. ഭൂമിയിൽ ധാരാളം ആ ചാണകം വീഴുന്നത് കൊണ്ട് അവിടെ ജൈവ എന്താ പറയുക അണുക്കൾ രൂപപ്പെടുകയും അങ്ങനെ ഫെർട്ടിലിറ്റി കൂടി വരികയും ഭൂമിയിൽ നൈട്രജൻ്റെ അംശം കൂടി വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ എല്ലാം നല്ലതാണ്. എല്ലാം ആവർത്തിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം ഇതെല്ലാം. അപ്പോൾ വ്രജം എന്ന അതിന് പേര് വരാൻ കാരണം അതാണ്. വ്രജതി, ഗമിക്കുന്നത്, സഞ്ചരിക്കുന്നത്, നോട്ട് പെർമനന്റ് അർത്ഥം സൂചിപ്പിക്കാനാണ് വ്രജം എന്ന് പേര്. നമ്മളെപ്പോലെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളല്ല, വലിയ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഉറപ്പിച്ചിട്ട് ഇനി ഇവിടുന്ന് എവിടേക്കും പോണില്ല എന്നുള്ള മട്ടിൽ കോൺക്രീറ്റ് ബിൽഡിങ്സ് അല്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഗോകുലങ്ങളുടെ പേരാണ് വ്രജം. അപ്പോൾ വ്രജപ്രിയം എന്ന് പറഞ്ഞാലോ, വ്രജവാസികൾക്ക് പ്രിയനായിരിക്കുന്നവൻ. ഗോപാലബാലൻ ശ്രീകൃഷ്ണന്റെ പര്യായം. അപ്പോൾ അതുപോലും അറിയാത്ത ആളുകൾ ചോദ്യം ചെയ്തു എന്നർത്ഥന്നല്ലേ, എന്താണ് ഈ വ്രജപ്രിയം എന്നാൽ. അപ്പോൾ ശ്രീകൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിച്ചത്. ശ്രീകൃഷ്ണ അവതാരത്തെ വന്ദിച്ചു. ദ്വൈപായനനെ, വ്യാസനെ വന്ദിച്ചു. പൃഥാസുതൻ എന്നാൽ അർജുനനെ വന്ദിച്ചു. അത് കഴിഞ്ഞ് സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ എന്നതിലൂടെ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകം. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് നമ്മൾ യം പ്രവ്രജന്തം എന്നാരംഭിക്കുന്ന ശ്ലോകത്തിൽ വ്യാസപുത്രനായ ശുകബ്രഹ്മർഷിയെ വണങ്ങി. ഭാഗവതത്തിൻ്റെ ആചാര്യൻ ശുകബ്രഹ്മർഷിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വണങ്ങുന്ന ശ്ലോകമായിരുന്നു യം പ്രവ്രജന്തം എന്നുള്ളത്. തുടർന്ന് നമ്മൾ കഥയിലേക്ക്, ഈ ഭാഗവത മാഹാത്മ്യം എന്ന വിഷയത്തിലേക്ക് വരികയായിരുന്നു. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോബ്രവീത്. നൈമിഷാരണ്യം എന്ന ആ ഭൂമിയിൽ, നമ്മുടെ ഉത്തർപ്രദേശിലുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു തീർത്ഥസ്ഥാനമാണ് നൈമിഷാരണ്യം. ആ നൈമിഷാരണ്യത്തിൽ 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇനി പ്രഥമസ്കന്ധത്തിലും പറയും. സഹസ്രസമമാസത എന്ന്. സഹസ്രസമം എന്ന് പറഞ്ഞാൽ സഹസ്ര സംവത്സരം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു യാഗം. അത്
പ്രഥമസ്കന്ധത്തിലെ 4-ാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ട്, നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത എന്ന്. അനിമിഷക്ഷേത്രം എന്ന് പറഞ്ഞാൽ അനിമിഷന്മാരെന്നാൽ ദേവന്മാരാണ്. ഇവിടെ പ്രത്യേകിച്ച് വിഷ്ണു എന്നുള്ള അർത്ഥത്തിലാണ് അനിമിഷക്ഷേത്രം എന്ന് പറഞ്ഞത്. ആ വൈഷ്ണവ ഭൂമിക എന്നർത്ഥം. വിഷ്ണുവിന് പ്രധാനമായിട്ടുള്ള ഭൂമിയാണ് വൈഷ്ണവ ക്ഷേത്രമാണ്. അവിടെ ആ നൈമിഷാരണ്യത്തിൽ സൗനകാദയ ഋഷയ, സൗനകാദി ഋഷീശ്വരന്മാർ, അവരൊരു 88,000 പേരുണ്ട്. ശൗനകാദി ബ്രാഹ്മണര് വലിയ ഗൃഹസ്ഥന്മാരായിരുന്നവരാണ്, വലിയ കർമ്മടന്മാരായിട്ടുള്ള ആളുകളാണ്. 88,000 പേരാണ് ഈ ഋഷികൾ. അവര് സ്വർഗായ ലോകായ സഹസ്രസമം സത്രം ആസത, അവര് സ്വർഗലോകത്തിനായിക്കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, സ്വർഗത്തിൽ കീർത്തിക്കപ്പെടുന്ന ഭഗവാന് വേണ്ടിയിട്ട് എന്നും പറയാം. സ്വർഗായ ലോകായ വൈകുണ്ഠ ലോകത്തിനായിക്കൊണ്ട് എന്ന അർത്ഥത്തിലും പറയാം. എന്തായാലും സൽക്കർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് അവർ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം, സത്രം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫങ്ഷനുകൾ നടക്കുന്ന ഒരു യാഗം. യാഗം എന്ന് പറഞ്ഞാൽ ഹോമങ്ങൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റു പല പരിപാടികളും അതോടൊപ്പം ചേർത്ത് ഓർഗനൈസ് ചെയ്യും. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ അവിടെയൊക്കെ പല ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഒരു പരിപാടിയല്ലല്ലോ അല്ലേ, ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലല്ലോ, പല പരിപാടികളും അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം അങ്ങനെ യാഗങ്ങൾ നടക്കും. മെയിനായിട്ട് വൈദികങ്ങളായിട്ടുള്ള കർമ്മകാണ്ഡ പ്രകാരമായിട്ടുള്ള ഹോമങ്ങളൊക്കെ നടക്കും. രാവിലെ നേരത്തേക്ക് അതിനായിരിക്കും പ്രാധാന്യം. അത് സജ്ജനങ്ങളെ രക്ഷിക്കുന്നത്, നന്നായി രക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ സത്രശബ്ദത്തിന് അർത്ഥം പറയാം. 12 ദിവസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ഇതുപോലെയുള്ള സൽക്കർമ്മ പരിപാടികളെ സത്രം എന്ന് വിളിക്കാം. മിനിമം 12 ദിവസം വേണമെന്നൊക്കെയാണ് പറയുക. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പേരിടുന്നുണ്ട്. ഇപ്പോൾ എന്തിപ്പോൾ പേരിടാൻ ഇപ്പോൾ ആരോടെങ്കിലും ചോദിക്കണോ? ഇപ്പോൾ സനാതനധർമ്മത്തിൽ ആർക്കും ഒന്നിനും ഒരു വ്യവസ്ഥയില്ല. അപ്പോൾ ആർക്കും എന്തും പേരിടാം. ഇപ്പോൾ ശ്രീമദ് ഭാഗവത സത്രം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് അതിൻ്റെ ആരംഭകാലത്തൊക്കെ 10-35 കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ്. ആ കാലത്തൊക്കെ 12 ദിവസത്തിൽ കൂടുതൽ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് അതിന് സത്രം എന്ന് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആൾക്കാർ, കാരണവന്മാർ പേരിട്ടത്. ഇപ്പോൾ 7 ദിവസമാക്കി ചുരുക്കിയിട്ടുണ്ട്. എന്നിട്ടും സത്രം എന്ന പേര് തുടരുന്നുണ്ട്. എന്നുവെച്ചാൽ അതൊരു ഓർഗനൈസേഷൻ്റെ പേരായി മാറി. ശ്രീമദ് ഭാഗവത സത്രം, അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം എന്നുള്ളത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പേരായിട്ട് മാറി. അത് യഥാർത്ഥത്തിൽ സത്രം എന്ന് പറഞ്ഞാൽ 12 ദിവസമോ അതിൽ കൂടുതലോ സജ്ജനങ്ങൾ ഒത്തുകൂടുന്ന സത്സംഗങ്ങളും സൽക്കർമ്മങ്ങളും ചേരുന്നതായിട്ടുള്ള പരിപാടിയുടെ പേരാണ് സത്രം. ഇരിക്കട്ടെ. അപ്പം ഇങ്ങനെ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടക്കുകയാണ് നൈമിഷാരണ്യത്തിൽ. ആ നൈമിഷാരണ്യം തിരഞ്ഞെടുക്കാനുള്ള കാരണം, അതിന് നൈമിഷാരണ്യം എന്ന് പേര് വരാനുള്ള കാരണം ഒക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ കലിയുഗം ആരംഭിച്ചപ്പോൾ, ദ്വാപരയുഗം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ദേഹത്യാഗം ചെയ്ത്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ സത്രം. കാരണം ബലരാമസ്വാമി ഈ സത്രത്തിൽ വരുന്നുണ്ട്. ബലരാമസ്വാമി ദേഹത്യാഗം ചെയ്തിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദേഹത്യാഗം ചെയ്യുന്നത്. നമുക്ക് ഏകാദശ സ്കന്ധത്തിൽ കാണാം. ഏകാദശത്തിലല്ല, ദശമസ്കന്ധത്തിൽ ബലരാമസ്വാമിയുടെ തീർത്ഥാടന കാലത്ത് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബലരാമസ്വാമി തീർത്ഥാടനം പോകുമ്പോൾ അദ്ദേഹം നൈമിഷാരണ്യത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ നൈമിഷാരണ്യത്തിൽ ഈ സത്രത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നത്തെ സൂതൻ ഇപ്പോഴത്തെ സൂതൻ്റെ അച്ഛനായിരുന്നു. അതായത് ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത്, മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് നടക്കുന്നതായിട്ടുള്ള സത്രം. ആ സത്രത്തിൽ ഇപ്പം ഈ ഭാഗവതം പറയുന്ന സൂതൻ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഉഗ്രസ്രവസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ലോമഹർഷണൻ എന്ന് പറഞ്ഞ സൂതനായിരുന്നു അന്ന് ദ്വാപരയുഗത്തിൽ
ഈ മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സത്രത്തിൽ പൗരാണികനായി നൈമിശാരണ്യത്തിൽ മറ്റ് ശൗനകാദികൾക്ക് പുരാണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മുടെ ബലരാമസ്വാമി അവിടെ പ്രവേശിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ ബഹുമാനിച്ചപ്പോൾ ഈ ലോമഹർഷണൻ എന്ന് പറയുന്ന, എന്താ കേൾക്കുന്നുണ്ടോ കൂട്ടരെ എന്ന്, കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ ഭൂമാനന്ദസ്വാമികളുടെ ഭാഷ പ്രയോഗിച്ചതാണ് തോന്നുന്നു അല്ലേ? മനസ്സിലായി. എന്തായാലും നന്നായി മഹാത്മാവിനെ സ്മരിച്ചത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അല്ലേ, കേൾക്കുന്നുണ്ടോ കൂട്ടരെ എന്ന്. നന്നായി. ഞാൻ എൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ ഭാഷ. എന്തായാലും മഹാത്മാവിനെ നമ്മൾ സ്മരിച്ചത് നന്നായി. പറഞ്ഞു വന്നത്, ബലരാമസ്വാമി അവിടെ ചെന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു സഭയിൽ ബലരാമസ്വാമിയെ വരവേൽക്കാനായിക്കൊണ്ട്. പക്ഷേ ഈ എന്താ പറയുക, വ്യാസപീഠം എന്ന് പറയുന്ന ആചാര്യസ്ഥാനത്ത് ഇരുന്നിരുന്ന ലോമഹർഷണൻ മാത്രം എഴുന്നേറ്റില്ല. അദ്ദേഹം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റില്ല എന്ന് കണ്ടിട്ട് നമ്മുടെ ബലരാമസ്വാമിക്ക് ദേഷ്യം വരികയും ബലരാമസ്വാമി അദ്ദേഹത്തിൻ്റെ ശിരസ് ഒരു ദർഭ ജപിച്ച് ദർഭയെ ആയുധമാക്കിക്കൊണ്ട് ആ ദർഭ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം ചെയ്തു എന്നാണ്. ലോമഹർഷണ എന്ന സൂതൻ്റെ ശിരച്ഛേദം ചെയ്തു. അങ്ങനെ ബലരാമസ്വാമിക്ക് ബ്രഹ്മഹത്യാ പാപം ബാധിക്കുന്നൊരു സംഭവമാണത്. വെച്ചാൽ ഒരു ബ്രാഹ്മണൻ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരവസ്ഥയിലിരിക്കുകയാണ്. സൂതനാണ് അദ്ദേഹം, എങ്കിലും അദ്ദേഹം ഇരിക്കുന്നത് ആചാര്യപീഠത്തിലായതുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണ സ്ഥാനീയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഹനിച്ചപ്പോൾ ബ്രഹ്മഹത്യാ പാപം ബലരാമസ്വാമിക്ക് പോലും വന്നു എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ ബ്രഹ്മഹത്യ പോകാൻ വേണ്ടി പിന്നെ അദ്ദേഹം പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്ന് ലോമഹർഷണനായിരുന്നു. ആ ലോമഹർഷണനെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിൻ്റെ പുത്രനെ ആ സ്ഥാനത്തിരുത്തി ദീർഘായുഷ്മാനായി എല്ലാവരും കൂടി അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്തു. ബലരാമസ്വാമി തന്നെ അതിന് കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. പ്രായശ്ചിത്തമായിട്ട് താൻ അച്ഛനെ വധിച്ചതിന് പകരം അയാൾക്ക് ജീവൻ കൊടുക്കാം എന്ന് വേണമെങ്കിൽ ബലരാമസ്വാമി പറഞ്ഞു. എനിക്ക് അബദ്ധം പറ്റി, എനിക്ക് പറ്റിയ കയ്യബദ്ധമാണ്, എൻ്റെ ക്രോധം കൊണ്ട് ചെയ്തു പോയതാണ്, എടുത്തു ചാടിപ്പോയി ഞാൻ, അതിന് പ്രായശ്ചിത്തമായിട്ട് മരിച്ച ആളെ ജീവിപ്പിക്കാം എന്ന് ബലരാമൻ തയ്യാറായപ്പോൾ ബ്രാഹ്മണരെല്ലാവരും കൂടി പറഞ്ഞു, വേണ്ട, അങ്ങയുടെ കൈകൊണ്ട് ഒരാൾ മരിച്ചിട്ട് പിന്നെ അയാളെ ജീവിപ്പിക്കുന്നതൊരു അങ്ങേക്ക് ക്ഷീണമാണ്. അങ്ങേപോലെ മഹത്വമുള്ള ഒരാൾക്ക്, നിഗ്രഹാനുഗ്രഹ ശക്തികളുള്ള ഒരാളുടെ പ്രവൃത്തി വൃഥാവിലാവാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ആയുസ് കഴിഞ്ഞു എന്ന് കരുതാം. അദ്ദേഹത്തിൻ്റെ ആയുസ് അദ്ദേഹത്തിൻ്റെ തന്നെ പുത്രനായിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ തന്നെ എന്താ പറയുക, പിതാവ് തന്നെയാണ് പുത്രരൂപത്തിലിരിക്കുന്നത് എന്നതുകൊണ്ട് പുത്രനായിരിക്കുന്ന ഈ ഉഗ്രസ്രവസിന് അനുഗ്രഹം ചെയ്ത് അദ്ദേഹത്തെ സ്ഥാനത്തിരുത്തി അഭിഷേകം ചെയ്യാം എന്ന് ബ്രാഹ്മണരെല്ലാവരും കൂടി അവിടെ കൂടിയിരുന്ന ഈ 88,000 പേരും കൂടി സജസ്റ്റ് ചെയ്തതുകൊണ്ട് ബലരാമസ്വാമി അത് അനുവദിച്ച് അങ്ങനെ തന്നെ അദ്ദേഹത്തിന് ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിച്ചിരുത്തിയതാണ് ഉഗ്രസ്രവസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സൂതൻ. മൂത്താള് ലോമഹർഷണൻ മരിച്ചു. ബലരാമസ്വാമിയുടെ കൈകൊണ്ടാണ് മരണം ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്താണ് ഈ സത്രം ആരംഭിച്ചത് എന്ന് പറയാം. എന്തുകൊണ്ടെച്ചാൽ കലി ആരംഭിക്കാൻ പോകുന്നു എന്ന് ദീർഘദർശികളായിട്ടുള്ള ഈ മുനീശ്വരന്മാർ കണ്ടു. അപ്പോൾ ആ കലിയിൽ നിന്ന് രക്ഷപ്പെടാൻ, കലിയുടെ ബാധ ഇല്ലാതിരിക്കാൻ എന്തു ചെയ്യണം എന്ന് അവർ ആലോചിച്ചു. ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കലിബാധ ഇല്ലാതിരിക്കാൻ? അപ്പോൾ ബ്രഹ്മദേവനാണ് അവരോട് പറഞ്ഞത്, ഇതാ ഞാനൊരു ചക്രം ഉരുട്ടിവിടാം, ഈ ചക്രത്തിൻ്റെ പുറകെ നിങ്ങൾ പോവുക. ഈ ചക്രം എവിടെ ചെന്ന് പൊടിയുന്നുവോ, തകർന്നു വീഴുന്നുവോ, അവിടെ നിങ്ങൾ 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം തുടങ്ങിക്കോളൂ. അവിടെ നിങ്ങൾക്ക് കലിയുടെ ബാധ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ ഉരുട്ടിക്കൊടുത്തൊരു ചക്രത്തിൻ്റെ പുറകെ ഇവരെല്ലാം പിന്തുടർന്ന് വന്നു എന്നും ആ ചക്രം എവിടെ വന്ന് പൊടിഞ്ഞുവോ
തകർന്നുവോ ആ സ്ഥാനത്തിന് പേരാണ് നൈമിഷാരണ്യം എന്ന്. എന്താ കാരണം? ചക്രത്തിൻ്റെ പേര് സംസ്കൃതത്തിൽ നേമി എന്നുണ്ട്. നിമി അല്ലെങ്കിൽ നേമി എന്നൊക്കെ ചക്രത്തിന് പേരുകൾ പറയും. ഇവിടെ നേമി ചക്രമാണ്. നേമി ശീർണമായ സ്ഥലം, നേമി ശീർണ സ്ഥാനം നൈമിഷാരണ്യമായി മാറിയതാണ്. ചക്രം പൊടിഞ്ഞതായിട്ടുള്ള സ്ഥാനം. അപ്പോൾ അത് താത്വികമായിട്ട് കാലചക്രമാണ്. ബ്രഹ്മദേവൻ ഒരു ചക്രം ഉരുട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു കാലചക്രത്തിൻ്റെ ബാധയില്ലാത്ത ഒരു സ്ഥാനമാണ് നൈമിഷാരണ്യം എന്നർത്ഥം. കാരണം ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുള്ള ഒരു തീർത്ഥസ്ഥാനമാണ്. അവിടെ വെച്ച് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവിടെ കലിയുടെ ബാധ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ബ്രഹ്മദേവന്റെ അനുഗ്രഹം കിട്ടിയ അത് പ്രകാരമാണ് ഈ നേമി ശീർണമായ നൈമിഷാരണ്യത്തിൽ വെച്ച്, അതൊരു അരണ്യമായിരുന്നു. അപ്പോൾ ആ ചക്രതീർത്ഥം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആ സ്ഥാനത്ത് വെച്ച് ഇവർ 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം നടത്തുകയാണ്. അപ്പോൾ സത്രത്തിൽ പ്രധാനമായിട്ടുള്ള അംഗം വൈദികങ്ങളായ ഹോമങ്ങളും യജ്ഞങ്ങളുമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടവേളകളിലാണ് സത്സംഗങ്ങൾ നടത്തുക. സൂതൻ എന്ന പൗരാണികനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആചാര്യസ്ഥാനത്തിരുത്തി എല്ലാവരും ചുറ്റും ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് ഇന്ന വിഷയം പറഞ്ഞു തരൂ, ഇന്ന ധർമ്മശാസ്ത്രം പറഞ്ഞു തരൂ, ഇന്ന ഇതിഹാസം പറഞ്ഞു തരൂ, ഇന്ന പുരാണം പറഞ്ഞു തരൂ, മറ്റ് ഐതിഹ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരൂ. ഇങ്ങനെ ഓരോ കഥകൾ അദ്ദേഹം നേരം പോക്കായിട്ട് എല്ലാം വർണ്ണിച്ചു കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സഭയിലാണ് ഇവിടെ ഈ ഭാഗവത മാഹാത്മ്യവും ചർച്ച നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ആശയനെ അഭിവാദന. സൗണ്ട് സ്റ്റക്കാവുന്നുണ്ടോ? എൻ്റെ ഇതിലൊക്കെ ഫുള്ളാണ്. എന്താണ് ഇടയ്ക്ക് പോകുന്നതെന്ന് അറിയില്ല. എനിക്കറിയാൻ പറ്റൂല സ്റ്റക്കാവുന്നത്. എനിക്കിവിടെ കാണാതായാലേ അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ ശബ്ദം മാത്രം പോയാൽ അറിയില്ല. എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ പല പ്രാവശ്യം പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സാവുമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. പിക്കപ്പ് ചെയ്യാൻ അല്പബുദ്ധിയൊക്കെ ഉണ്ടായാൽ മതി. തീരെ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ എല്ലാവരും. അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് വന്നാലും അത് നിങ്ങൾക്ക് പിടിച്ചെടുക്കാം. അതിനുള്ള സ്മാർട്ടായിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയണ്ട. കഥാമൃത രസാസ്വാദ കുശലഃ ശൗനകഃ അബ്രവീത്. കഥാമൃത രസം ആസ്വദിക്കുന്നതിൽ വളരെ സമർത്ഥനായിരിക്കുന്ന കുശലനായിരിക്കുന്ന ശൗനകൻ എന്ന് പറഞ്ഞാൽ ഏത് കഥയുടെയും മർമ്മം കൂടുതൽ അറിയാനുള്ള താല്പര്യമുള്ളവനും എവിടെ വച്ച് എങ്ങനെ ചോദിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെയൊക്കെ സാമർഥ്യമുള്ള ആ ശൗനകൻ എന്ന ബ്രാഹ്മണൻ ഋഷി അബ്രവീത്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഋഷി തന്നെയാണ്. ഗൃഹസ്ഥന്മാരായിട്ടുള്ളവരാണ് ഇവരൊക്കെ. ഗൃഹസ്ഥന്മാരായ ഋഷിമാർ, പ്രജാപതിമാരുടെ വംശത്തിൽ നമുക്ക് പെടുത്താം. നിവൃത്തിനിരതന്മാരായിട്ടുള്ള ബ്രഹ്മചാരിമാരായിട്ടുള്ള സന്യാസിമാരല്ല, പ്രവൃത്തിനിരതന്മാരായിട്ടുള്ള ഗൃഹസ്ഥന്മാരായിട്ടുള്ള പ്രാജാപത്യധർമ്മം സ്വീകരിച്ചിട്ടുള്ള ഋഷി തുല്യരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ വസിഷ്ഠനും അത്രിയും പുലഹനും പുലസ്ത്യനൊക്കെ പ്രജാപതിമാരായിരുന്നില്ലേ? അപ്പോൾ അതുപോലെയുള്ള ആളുകളാണ് ഈ ശൗനകാദി ഋഷീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഋഷി എന്ന് പറഞ്ഞാൽ എല്ലാവരും കല്യാണം കഴിക്കരുത് എന്നൊന്നുമില്ല. കല്യാണം കഴിച്ചവരും ഋഷിയാവും, കല്യാണം കഴിക്കാത്തവരും ഋഷിയാവും. അത് നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ച് നിവൃത്തിധർമ്മം സ്വീകരിച്ച ഋഷിമാർ, സനകാദികളെ പോലെയുള്ളവർ, നാരദനെ പോലെയുള്ളവർ, ശുഖബ്രഹ്മർഷിയെ പോലെയുള്ളവരൊന്നും കല്യാണം കഴിക്കാത്ത ഋഷിമാർ, മറ്റത് കല്യാണം കഴിച്ച പ്രജാപതിമാരാകുന്ന ഋഷിമാർ. ഋഷി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഋഷി എന്ന് പറഞ്ഞാൽ സത്യം സാക്ഷാത്കരിച്ചവൻ എന്നാണ്. ഋച്ച എന്നുള്ളതായിട്ടുള്ള ധാതുവിൽ നിന്നാണ്
ഗമിക്കുക, പ്രാപിക്കുക എന്ന അർത്ഥത്തിലാണ് ഋഷി ശബ്ദമുണ്ടാകുന്നത്. ഋച്ച് ഗതൗ, ഗതി, ഗതി എന്നാൽ ഗമനം, പ്രാപ്തി എന്നൊക്കെ അർത്ഥം വരികയാണ്. അങ്ങനെ സത്യത്തെ പ്രാപിച്ചവനാണ് ഋഷി. സത്യസാക്ഷാത്കാരം നേടിയവരെ ഒക്കെ ഋഷി എന്ന് പറയാം. അയാൾ കല്യാണം കഴിച്ചാൽ എന്താ, കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ. അപ്പം നമ്മുടെ അജ്ഞാനമൊക്കെ നമ്മൾ മാറ്റി വെക്കണം. ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാർക്കായിട്ട് റിസർവ് ചെയ്തതല്ല ആധ്യാത്മികത. ആധ്യാത്മികത മനുഷ്യരാശിക്ക് മുഴുവൻ സ്വന്തമായിട്ടുള്ളതാണ്. അവർ കല്യാണം കഴിക്കാം, കഴിക്കാതിരിക്കാം, എവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് ദേശത്തോ പിറക്കാം. അതുകൊണ്ട് നമ്മൾക്ക് സനാതനധർമ്മത്തിൽ നമ്മുടെ വിവരക്കേട് കൊണ്ടാണ് നമ്മൾ പല കണ്ടീഷൻസും വെച്ചിരിക്കുന്നത്. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിവരക്കേടും മാറിപ്പോവും, എല്ലാ കണ്ടീഷനിങ്ങും മാറിപ്പോവും. ഇത് മനുഷ്യരാശിക്ക് മുഴുവനുള്ള ശാസ്ത്രങ്ങളാണ് സനാതനധർമ്മത്തിലെ ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് ഏത് ഇംഗ്ലീഷുകാർക്കും ഏത് ആഫ്രിക്കക്കാർക്കും ഏത് അറബികൾക്കും വന്ന് പഠിക്കാവുന്നതാണ്. സനാതനധർമ്മം എല്ലാവർക്കും സാർവലൗകികമാണ്, സാർവജനീനമാണ്, സാർവകാലികം ആണ്, സാർവദേശിക പ്രസക്തിയുള്ളതാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗക്കാർക്ക്, പ്രത്യേക ജാതിക്കാർക്ക്, ബ്രാഹ്മണർക്ക് മാത്രം ആ ബ്രാഹ്മണർ ഇന്ന രൂപത്തിലിരിക്കണം, താടിയൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തലമുടി മറ്റേ പൂണോലിട്ടിരിക്കണം, ഇന്ന മാതിരിയായിരിക്കണം വസ്ത്രധാരണം, അതൊക്കെ നമ്മുടെ മൂഢത്തരമാണ്. അതൊന്നുമല്ല വിഷയം. ഇവിടെ ആധ്യാത്മികതയിലേക്കുള്ള അധികാരം എന്ന് പറയുന്നത് അവരുടെ ശ്രദ്ധ മാത്രമാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടോ, ശ്രദ്ധയുണ്ടോ, നിങ്ങൾക്കിതിന് അധികാരം ഉണ്ട്. എവിടെ ഇരുന്നാലും അത് വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ. അപ്പം അതുകൊണ്ട് ഈ ഋഷി ബ്രാഹ്മണൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് സങ്കുചിതമായി പോകരുത്. സങ്കുചിതമായി പോകരുത് എന്ന് എപ്പോഴും പറയുകയാണ് ഞാൻ. ബ്രാഹ്മണൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം നമ്മുടെ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ബ്രാഹ്മണരല്ല. ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആദ്യം നിർത്തലാക്കണം. എല്ലാവർക്കും ജാതി സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നത് നിർത്തലാക്കണം. ജാതിയും മതവും ഗവൺമെൻറ് പറയുന്നത് നിർത്തണം. ഗവൺമെൻറ്റാണ് ഓരോ എന്താ പറയുക, ഏത് ഫോമിലും ഈ ജാതി ചോദിക്കുന്നത്. സെക്കുലർ എന്ന് ഗവൺമെൻറ്റിൻ്റെ പേര്, സെക്കുലർ ഗവൺമെൻറ്റാണ്. പക്ഷെ ചോദിക്കുന്നത് മുഴുവൻ ജാതിയും മതവും. എന്ത് ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിനും ജാതിയും മതവും. ഇതാദ്യം ഒഴിക്കണം. അതിന് രാഷ്ട്രീയക്കാർ മുൻകൈ എടുക്കണം. അതിനവർക്ക് ധൈര്യമില്ല. അവരിത് വോട്ട് ബാങ്കുകളാക്കി വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അവർക്ക് വോട്ട് കിട്ടാനും ജയിക്കാനും അവരുടെ കൊള്ളരുതായ്മകൾ കാണിക്കാനും വേണ്ടി ഇവിടെ ജാതിയും മതവും നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്, കള്ളന്മാരുടെ. നമ്മുടെ സനാതനധർമ്മം ജാതിയെയും മതയും ഒഴിപ്പിക്കാനാണ് പറയുന്നത്. എല്ലാ ജാതിയും മതത്തിനും അതീതരാവൂ നിങ്ങളെന്നാണ് സനാതനധർമ്മം പറയുന്നത്. പക്ഷെ ഈ കള്ളന്മാർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ രേഖകളിൽ ജാതിയും മതവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗവതം പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ജാതി മത ചിന്തകൾ എല്ലാം പോകട്ടെ. തുടക്കത്തിലേ അത് പറയണം. അപ്പോൾ ബ്രാഹ്മണ ശബ്ദം ഇവിടെ പറയുമ്പോൾ ഇനിയും എന്നെ കൊണ്ട് കൂടുതൽ വ്യാഖ്യാനം പറയിപ്പിക്കരുത്. എന്താണ് ഇവിടെ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത്. നല്ല ബുദ്ധിമാന്മാരായ വിവേകികളായ മനുഷ്യരെയാണ് ഇവിടെ ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്വതയെത്തിയ മനുഷ്യർ, ജ്ഞാനികളായ മനുഷ്യർ, അവരാണ് ഇവിടുത്തെ ബ്രാഹ്മണർ. അപ്പോൾ ശൗനകാദി ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും നമ്പൂതിരിമാർക്കോ പട്ടന്മാർക്കോ ഭട്ടർമാർക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ആളുകൾക്കോ മാത്രമായിട്ടുള്ള കഥയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് തുടരാം. അടുത്ത ശ്ലോകം. ഇപ്പോൾ ശൗനകൻ സൂതനോട് ചോദിക്കുകയാണ്. ശൗനക ഉവാച അജ്ഞാനദ്വാന്ത വിദ്വംസ കോടി സൂര്യ സമപ്രഭ സൂതാക്യാഹി കഥാസാരം മമ കർണരസായനം ഭക്തിജ്ഞാന വിരാഗാപ്ത വിവേകോ വർദ്ധതേ കഥം മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം
ഇഹ ഘോരേ കലൗ പ്രാപ്തേ ജീവശ്ചാസുരതാം ഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുനാ ചിന്താമണിർലോകസുഖം സുരേന്ദ്രസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുഃ പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ഇത് ഒന്നുകൂടെ വായിക്കാം. ശൗനക ഉവാച അജ്ഞാനദ്വന്ദ് വിദ്വംസകോടി സൂര്യ സമപ്രഭ സൂതാക്യാഹി കഥാസാരം മമ കർണരസായനം ഭക്തിജ്ഞാന വിരാഗാപ്ത വിവേകോ വർദ്ധതേ കഥം മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം ഇഹ ഘോരേ കലൗ പ്രാപ്തേ ജീവശ്ചാസുരതാം ഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം. നോക്കാം, പോയത് പോട്ടെ, ഇനി നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ശൗനകൻ സൂതനോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ 3, 4, 5, 6, 7 ശ്ലോകങ്ങൾ. 3, 4, 5, 6, 7. അപ്പോൾ 5 ശ്ലോകങ്ങളിലൂടെ ശൗനകന്റെ ചോദ്യം അവതരിപ്പിക്കുകയാണ്. എന്താണ് ശൗനകൻ ചോദിച്ചത്? അജ്ഞാനദ്വാന്ത വിദ്വംസ കോടി സൂര്യ സമപ്രഭ സൂത ആഖ്യാഹി കഥാസാരം മമ കർണരസായനം. ഒന്നാമത്തെ ശ്ലോകം. അപ്പോൾ ആദ്യത്തെ ഒരു വരി ഒറ്റ സംബോധനയായിട്ട് എടുക്കാവുന്നതാണ്. എന്താണ്? അജ്ഞാനദ്വാന്ത വിദ്വംസ കോടി സൂര്യ സമപ്രഭ സൂത. സൂതനെ സംബോധന ചെയ്യണ ആര്? ശൗനകൻ. ഹേ സൂത എന്നാണ് ആ സൂതനെ വിശേഷിപ്പിച്ചതാണ്. അജ്ഞാനദ്വാന്ത വിദ്വംസ കോടി സൂര്യ സമപ്രഭ. അപ്പൊ കോടി സൂര്യ സമപ്രഭനായിട്ട് സംബോധനയാണ്. കോടി സൂര്യ സമപ്രഭൻ, കോടിക്കണക്കിന് സൂര്യന്റെ കാന്തിയോടുകൂടിയവനെ എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് വെച്ചാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു എന്നുള്ള ഫിസിക്കൽ പ്രകാശമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ അദ്ദേഹത്തിന്റെ ജ്ഞാനപ്രകാശം, അദ്ദേഹത്തിന്റെ അറിവിന്റെ പ്രകാശം കൊണ്ട് സൂര്യകോടി തേജസ്സോട് കൂടിയവനെ എന്നർത്ഥമാണ്. അത്രയും പ്രകാശമുള്ളവൻ, അത്രയും അറിവുള്ളവൻ എന്ന് താല്പര്യം. അപ്പൊ ഈ സൂര്യൻ എങ്ങനെയാണോ ഇരുട്ടിനെ നശിപ്പിക്കുന്നത്, അല്ലെ? ദ്വാന്ത വിദ്വംസനാണ് സൂര്യൻ. ദ്വാന്തം എന്നാൽ ഇരുട്ടാണ്, വിധ്വംസിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കലാണ്. ഇവിടെ അജ്ഞാനദ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ധ്വംസിക്കുന്ന സൂര്യകോടി സമപ്രഭനായിരിക്കുന്ന സൂത. അപ്പൊ എല്ലാവരുടെയും, കേൾക്കുന്നവരുടെ, അങ്ങയിൽ നിന്ന് ശ്രവണം ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ ഉള്ളിലുള്ളതായിട്ടുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മുഴുവൻ നശിപ്പിക്കുന്ന സൂര്യകോടി തേജസ്സോടുകൂടിയവനെ സൂത. ആഖ്യാഹി, ആഖ്യാഹി അങ്ങ് പറഞ്ഞാലും എന്നാണ്. ത്വം ആഖ്യാഹി എന്താണ്? കഥാസാരം. എന്തിനുള്ളത്? മമ കർണരസായനം. അപ്പൊ മമ കർണരസായനം കഥാസാരം ആഖ്യാഹി. എന്റെ കർണങ്ങളെ രസത്തിലേക്ക് നയിക്കുന്നത്, കർണങ്ങൾക്ക് രസമുണ്ടാക്കുന്നത്, കർണങ്ങൾക്ക് ഔഷധ തുല്യമായത്, എന്റെ കർണങ്ങളിൽ ഇതുവരെ ബാധിച്ചിരിക്കുന്ന അസുഖത്തിനെല്ലാം മറുമരുന്നായിരിക്കുന്ന, രസായന സദൃശമായിരിക്കുന്ന കഥാസാരത്തെ അങ്ങ് പറഞ്ഞു തന്നാലും എന്നാണ്. അപ്പോൾ അനേക കഥകൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു സൂതൻ, അനേക പുരാണങ്ങൾ പറഞ്ഞു. അപ്പോൾ അവയുടെയൊക്കെ സാരമാണ് എനിക്ക് വേണ്ടത് എന്നാണ് കഥാസാരം എന്ന് പറയുന്നത് കൊണ്ട് താല്പര്യം. അപ്പോൾ വിസ്താരമേറിയ കുറേ കഥകൾ പറയണ്ട, കുറേ വളച്ചു കെട്ടി കുറേ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ അതിൻ്റെ സാരം എന്താണെന്ന് എനിക്ക് സൂചിപ്പിക്കൂ, എനിക്ക് പറഞ്ഞു തരൂ എന്ന് ആമുഖമായി പറഞ്ഞു. മമ കർണരസായനം കഥാസാരം ആഖ്യാഹി. ഇതാണ് അപേക്ഷ, പറഞ്ഞു തരൂ. ഇനി എന്താണ് അദ്ദേഹത്തിന് വേണ്ടത്? എന്തിനുള്ള കഥയാണ് വേണ്ടത്? കഥാസാരമാണ് വേണ്ടത് എന്നുള്ളത് തുടർന്ന് പറയണു.
ഭക്തിജ്ഞാന വിരാഗാപ്ത വിവേകോ വർദ്ധതേ കഥം മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. വേറെന്തോ ഇടയിൽ ആരോ ചോദിച്ചു ഇതിന് പാഠഭേദം. 2 പുസ്തകം എടുത്തു വെക്കണം, നമ്മുടെ എന്നാലേ ശരിയാവുള്ളൂ. പാഠഭേദങ്ങൾ ഉണ്ടാവും പുസ്തകങ്ങളിൽ. എന്തായിരുന്നത്? ഭക്തിജ്ഞാന വിരാഗാപ്ത വിവേകം. ഇടയിൽ കൂടെ ചോദിക്കുമ്പോൾ ഒരു ഫ്ലോ പോകുന്നു പറഞ്ഞിട്ടാണ് അത് നോക്കാതിരുന്നത്. ഒരു കാര്യം പറയുമ്പോൾ വേറൊരു ചോദ്യം ഇവിടെ കാണുമ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞത് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലോ പോകാതിരിക്കാനാണ് നമ്മൾ അപ്പോൾ പറയാതിരുന്നത്. എന്തോ ഒരു ചോദ്യം കിടന്നിരുന്നു, പോട്ടെ. പാഠഭേദങ്ങളാണ്, അർത്ഥമൊക്കെ സെയിം തന്നെ. ഭക്തിജ്ഞാന വിരാഗാപ്ത വിവേകോ വർദ്ധതേ കഥം. ഭക്തി, ജ്ഞാനം, വിരാഗം, അതോ ആപ്തവിവേകം എന്ന് പറഞ്ഞാൽ പ്രാപിക്കപ്പെട്ടതായിട്ടുള്ള വിവേകം, സാമർഥ്യം, വിവേചന സാമർഥ്യം എന്നർത്ഥമാണ്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ നേർക്കുള്ളതായിട്ടുള്ള പ്രേമം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള ബോധം, ഞാൻ ആരാണെന്നുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനം. ബാക്കി ലോകത്തെക്കുറിച്ചുള്ള അറിവുകളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അവനവൻ്റെ സ്വരൂപബോധമാണ്. അപ്പോൾ ഈശ്വരനോടുള്ള പ്രേമത്തിന് ഭക്തി എന്നും അവനവൻ്റെ സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള ബോധത്തെ ജ്ഞാനം എന്നും, വിരാഗം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ രാഗമില്ലായ്മ, ആസക്തിയില്ലായ്മ, ലോകപദാർത്ഥങ്ങളിൽ ആസക്തിയില്ലായ്മ. എന്തുകൊണ്ട്? അതിലൊന്നും അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട്. അതിനൊന്നും തനിക്ക് ഒന്നും തരാനുള്ള കഴിവില്ല, നിരർത്ഥകമായിട്ടുള്ള വസ്തുക്കളാണ്. വെറും ആരെങ്കിലും ഉമിയും തവിടുമൊക്കെ തിന്നോ? ധാന്യമല്ലേ നമുക്ക് പ്രധാനം, അല്ലേ? അപ്പം ധാന്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉമിക്കും തവിടിനും എന്ത് സാരമാണുള്ളത്, എന്ത് പ്രാധാന്യമാണുള്ളത്? അതുപോലെയാണ് ഈ ലോകത്തിന്, അത്രയേ ഉള്ളൂ. ആ ഒരു ഭാവമാണ് വൈരാഗ്യം. അങ്ങനെ വിഷയങ്ങളിൽ രാഗമില്ലാത്ത അവസ്ഥയും ആപ്തവിവേകം എന്ന് പറഞ്ഞാൽ വിവേചന സാമർഥ്യം, അങ്ങനെയുള്ള ഇത് വിവേക വർദ്ധതേ കഥം. എങ്ങനെയായാലാണ് വർദ്ധിക്കുക? കഥം വർദ്ധതേ. അപ്പോൾ എനിക്ക് ഭക്തിജ്ഞാന വിരാഗ വിവേകങ്ങളെല്ലാം എങ്ങനെ വർദ്ധിച്ചു വരും? ഇതാണ് ചോദ്യം. ആരുടെ? ശൗനകന്റെ ചോദ്യം. അതുപോലെ മായാമോഹനിരാസശ്ച വൈഷ്ണവൈഹി ക്രിയതേ കഥം. വൈഷ്ണവൈഹി എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തന്മാരായിട്ടുള്ള ആളുകളാൽ, വൈഷ്ണവന്മാരാൽ കഥം മായാമോഹനിരാസ ക്രിയതേ. മായാമോഹനിരാസം എന്ന് പറഞ്ഞാൽ, മായാമോഹം എന്ന് പറഞ്ഞാൽ ഈ ലോകം സത്യമാണെന്നുള്ള ഭാവമാണ് മായ. ഞാൻ ഈ ശരീരമാണ്, ഈ ലോകം സത്യമാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭ്രമം, അതാണ് മായ. അപ്പം ഈ തെറ്റിദ്ധാരണകളെ നീക്കാനുള്ള ആ സാമർഥ്യം എനിക്ക് എങ്ങനെ ഉണ്ടാവും? അതാണ് ചോദിക്കുന്നത്. മായാമോഹ നിരാസശ്ച വൈഷ്ണവൈഹി ക്രിയതേ കഥം. വിഷ്ണു ഭക്തന്മാരായിട്ടുള്ള ആളുകൾ, വൈഷ്ണവന്മാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ മായാമോഹത്തെ ഇല്ലായ്മ ചെയ്യുന്നത്? അവർ മായയ്ക്ക് അതീതരായിത്തീരുന്നത്, അവർ ജ്ഞാനികളായി വിവേകികളായി തീരുന്നത്? അപ്പോൾ മറ്റു പലർക്കും മറ്റു പല വഴികളും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വൈഷ്ണവൈഹി എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചത്. ശൈവൈഹി ക്രിയതേ കഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ശിവകഥകൾ പറഞ്ഞു കൊടുക്കും. ശാക്തേയൈഹി ക്രിയതേ കഥ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ വഴിയുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം വഴികളുണ്ട്. ഇവിടെ വൈഷ്ണവൈഹി ക്രിയതേ കഥം എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഭക്തന്മാർ എങ്ങനെയാണ് മായാമോഹത്തെ ജയിക്കുന്നത് എന്ന് വരുമ്പോൾ വിഷ്ണുപരമായിട്ടുള്ള കഥകൾ പറയാനാണ് ആവശ്യപ്പെടുന്നത് എന്ന് താല്പര്യം. അപ്പം അത് നമുക്ക് സൂചനയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കൂടുതൽ നമുക്ക് പിന്നീട് കാണാം. പിന്നെന്താ ശൗനകൻ ചോദിക്കുന്നത്? ഇഹ ഘോരേ കലൗ പ്രാപ്തേ ജീവശ്ച ആസുരതാം ഗതഃ ക്ലേശ ആക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ഇഹ ഘോരേ കലൗ പ്രാപ്തേ. ഇപ്പോൾ ഇവിടെ, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ ഘോരമായ ഭയങ്കരമായിട്ടുള്ള കലൗ പ്രാപ്തേ, കലിയുഗം പ്രാപിച്ചിരിക്കുമ്പോൾ, കലിയുഗം പ്രാപിച്ചിരിക്കുമ്പോൾ ജീവശ്ച ആസുരതാംഗത, ജീവന്മാർ ഓരോരുത്തരും, നമ്മൾ മനുഷ്യന്മാരൊക്കെ തന്നെ എന്തായിരിക്കണു? ആസുരതാംഗത,
ആസുരതയെ പ്രാപിച്ചിരിക്കുന്നു, അസുര സ്വഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അസുരത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയ ലോലുപത, ഇന്ദ്രിയങ്ങളെ താലോലിക്കലാണ് അസുരന്മാരുടെ സ്വഭാവം. കണ്ണിൽ കാണുന്നതൊക്കെ വേണം, കാതിൽ കേൾക്കുന്നതൊക്കെ വേണം, നാവിൽ രുചിക്കാനുള്ളതൊക്കെ വേണം. അങ്ങനെ ആഗ്രഹിച്ച ഇന്ദ്രിയങ്ങളുടെ പ്രീതികരമായിട്ടുള്ള വിഷയങ്ങളുടെ പുറകെ പോകുന്ന, ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്ന ശീലമാണ് ആസുരത. അപ്പോൾ ഈ കലികാലത്ത് ലോകത്തിലുള്ള മനുഷ്യന്മാർ മുഴുവൻ ഇന്ദ്രിയ ലോലുപന്മാരായിരിക്കുന്നു, വിഷയലംബടന്മാരായി തീർന്നിരിക്കുന്നു, ഭൗതികതയിൽ രമിക്കുന്നവരായി തീർന്നിരിക്കുന്നു. ആർക്കും ആത്മീയമായിട്ടുള്ള ഒരു താല്പര്യവും ഇല്ല എന്നർത്ഥം. എന്താണ് സത്യം എന്നറിയാനുള്ള ഒരു താല്പര്യവും ആർക്കും കാണാനില്ല. അങ്ങനെയുള്ളവരാണെന്ന് കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആയി തീർന്നിരിക്കുന്നത്. മൂത്ത അസുര സ്വഭാവമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അവർക്ക് സത്യം എന്താണെന്ന് അറിയാനുള്ള താല്പര്യമേ ഇല്ല. ഇനിയിപ്പോൾ ഭൗതിക സത്യങ്ങളും അവർക്ക് അറിയണ്ട, ആരാണ് കിറ്റ് തരണത് എന്ന് പോലും അവർക്ക് അറിയണ്ട. തങ്ങളുടെ നേതാക്കന്മാർ എന്തൊക്കെയാണ് അഴിമതി കാട്ടിക്കൂട്ടണമെന്ന് ആ സത്യവും അവർക്ക് അറിയണ്ട. കൈരളി ചാനൽ എന്ത് പറയുന്നോ, ദേശാഭിമാനി എന്ത് പറയുന്നോ അതുമാത്രം ആണ് സത്യം അവർക്ക്. അതിനപ്പുറത്തൊരു സത്യം അവർക്കില്ല. നേതാക്കന്മാർ പറയുന്നതിൽ അപ്പുറത്തൊരു സത്യം ഇല്ല. അങ്ങനെയുള്ള ആസുരതാംഗത, മൂഢന്മാർ, വിഷയലംബടന്മാരായിരിക്കുന്ന ആളുകളുടെ പ്രതീകങ്ങളാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ മാർക്സിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ജാതികൾ. അസുരന്മാരുടെ പ്രതീകമാണ് അവരൊക്കെ. അസുരന്മാരുടെ പ്രത്യക്ഷമായിട്ടുള്ള മൂർത്തികളാണ്, യാതൊരു സംശയവും വേണ്ട. ഇന്ന് അസുരന്മാരുണ്ടോ ലോകത്ത് എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, കേരളത്തിലുണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ, അവരുടെ നേതാക്കന്മാരാണല്ലോ നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരൊന്നും ഒരിക്കലും കണ്ണു തുറക്കാനും പോണില്ല. ആസുരതാംഗതാഹം, എന്താ പറയുക, അസുര സ്വഭാവത്തെ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവര് ക്ലേശ ആക്രാന്തന്മാരാണ്. പറഞ്ഞാൽ ദുരിതങ്ങളാൽ, ക്ലേശങ്ങളാൽ ആക്രമിക്കപ്പെട്ടവരാണ്. എപ്പോഴും ദുരിതങ്ങളേ ഉള്ളൂ അവർക്കൊക്കെ. ആ കൂട്ടത്തിൽ പെടുന്ന അസുര സ്വഭാവമുള്ള, ചിന്തിക്കാൻ കഴിവില്ലാത്ത, സത്യം അന്വേഷിക്കാത്ത ആളുകൾക്ക് എന്നും ക്ലേശിക്കാനേ വഴിയുള്ളൂ, എന്നും കഷ്ടപ്പാടുകൾ മാത്രമാണ് അവർക്ക്. അപ്പോൾ ക്ലേശ ആക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. അവരെ ശുദ്ധീകരിക്കുവാൻ എന്താണ് ഏറ്റവും നല്ല വഴി എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആര്? ശൗനകാദികൾ. ക്ലേശങ്ങളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ആ ജീവന്മാരെ ശുദ്ധീകരിക്കുന്നതിൽ, അവരെ രക്ഷപ്പെടുത്തുവാൻ പരായണമായിരിക്കുന്നത്, പരായണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ എന്താ പറയുക, ഉപായം, മാർഗം, പരമമായ അയനം, ഏറ്റവും നല്ല മാർഗം എന്നർത്ഥം. ശ്രേഷ്ഠമായ മാർഗം എന്താണുള്ളത്, എങ്ങനെ ഇവരെയൊക്കെ നേരാക്കിയെടുക്കാം എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഏറ്റവും പ്രാകൃതന്മാരായിരിക്കുന്ന, വിഷയലംബടന്മാരായിരിക്കുന്ന, ഭൗതികവാദികളായിരിക്കുന്ന, ദേഹാഭിമാനികളായിരിക്കുന്ന, ഈ ലോകം സത്യമെന്ന് കരുതി അതിൻ്റെ പുറകെ വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുന്ന ഈ മൂഢജനങ്ങളെ, അതുകൊണ്ട് തന്നെ ക്ലേശം അനുഭവിക്കുന്ന അവർക്ക് രക്ഷപ്പെടുവാൻ, അവരെ ശുദ്ധീകരിക്കുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതാണ് ശോധനേ കിം പരായണം എന്നുള്ള ചോദ്യം. അപ്പോൾ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ആര് ചോദിക്കുന്നത്? ശൗനകാദികൾ. തൻ്റെ മാത്രം കാര്യമല്ല, തൻ്റെ ചുറ്റുപാടും കലിയുഗത്തിൽ എല്ലാവരും കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അവരെ രക്ഷപ്പെടുത്തുവാനുള്ള, അവരെ ചിന്തിപ്പിക്കുവാൻ, അവരെ നല്ലതിലേക്ക് നയിക്കുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇഹ ഘോരേ കലൗ പ്രാപ്തേ ജീവശ്ച ആസുരതാം ഗതഃ ക്ലേശ ആക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം യത് ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദ അധുനാ. ശ്രേയസാം യത് ഭവേത് ശ്രേയഃ, ശ്രേയോ മാർഗങ്ങളിൽ വെച്ച്, ശ്രേയസാം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രേയോ മാർഗാണാം മധ്യേ. അപ്പൊ ശ്രേയോ മാർഗങ്ങൾ പലതുണ്ട്. ശ്രേയോ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രേയസ്സിലേക്ക് നയിക്കുന്നത്, നമ്മുടെ ആത്യന്തികമായ നന്മയിലേക്ക്, പരമസ്വാതന്ത്ര്യത്തിലേക്ക്, പരമ ആനന്ദത്തിലേക്ക് നയിക്കുന്ന അനേക സാധനാ മാർഗങ്ങളുണ്ട്. സനാതനധർമ്മത്തിലും അല്ലാത്ത മാർഗങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ സനാതനധർമ്മം മാത്രമല്ലാതെ മറ്റു പല മാർഗങ്ങളും ശ്രേയോ മാർഗങ്ങളുണ്ടാവും.
അപ്പൊ അങ്ങനെയുള്ള മാർഗങ്ങളിൽ വെച്ച് യത് പരമശ്രേയ യത് ഭവേത് ശ്രേയ, ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള മാർഗം ഏതാണ്? അപ്പോൾ മനുഷ്യനെ ഉദാത്തമായ തലത്തിലേക്ക് നയിക്കാൻ, ശ്രേയോ മാർഗത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? പാവനാനാംച പാവനം, പരിശുദ്ധി ഉണ്ടാക്കുന്നതാണ് പാവനം. അങ്ങനെ പരിശുദ്ധി ഉണ്ടാക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വസ്തു ഏതാണ്? ഏതിനെ ആശ്രയിച്ചാൽ പെട്ടെന്ന് നമുക്ക് പരിശുദ്ധി ഉണ്ടാവും? ലോകത്തെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള വസ്തു ഏതാണ്? പാവനാനാംച പാവനം, പരമമായ പാവനമായിട്ടുള്ളത് ഏതാണ്? കൃഷ്ണപ്രാപ്തികരം ശശ്വത സാധനം തദ് വദ അധുന. കൃഷ്ണപ്രാപ്തികരം സാധനം, അത് ശശ്വത്, നിരന്തരമായത്. അപ്പൊ കൃഷ്ണപ്രാപ്തികരം, ഭഗവാനെ കൃഷ്ണനെ പ്രാപിക്കുന്നതിന് സാധനമായത്. സാധനം എന്ന് പറഞ്ഞാൽ മാർഗം, ഉപായം എന്നൊക്കെ അർത്ഥം. അപ്പോൾ കൃഷ്ണനെ പ്രാപിക്കുവാനുള്ളതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള മാർഗം ഏതാണ്? തത് അധുനാ വദ, അതിപ്പോൾ പറഞ്ഞു തരൂ. അപ്പോൾ ശ്രേയോമാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ശ്രേയോമാർഗം ഏതാണ്? പവിത്രമായിരിക്കുന്നതിൽ, പാവനമായിരിക്കുന്നതിൽ വെച്ച് പാവനമായത് ഏതാണ്? കൃഷ്ണനെ പ്രാപിക്കുന്നതിൽ നിരന്തരമായ സാധനം ഏതാണ്? അത് ഇപ്പോൾ പറഞ്ഞു തരൂ. അധുനാവധ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു തരൂ എന്നാണ്. തുടർന്ന് ചിന്താമണിർ ലോകസുഖം സുരേന്ദ്ര സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ഇവിടെ സൂതനെ പുകഴ്ത്തുകയാണ്. സൂതനെ പോലൊരു ഗുരു, ഒരു മഹാനാണ്. ഞങ്ങളെപ്പോലെയുള്ളവരെ ശരിക്കും അനുഗ്രഹിക്കുന്ന ബുദ്ധിയാണ് അങ്ങേക്കുള്ളത്, കരുണാമൂർത്തിയാണ് എന്ന് പുകഴ്ത്താനുള്ള ഒരു സ്തുതിയാണ് ഇവിടെ. ഗുരുവിനെ സ്തുതിക്കുകയാണ്. എന്താ പറയണത്? ചിന്താമണി ലോകസുഖം സുരദ്രുഹു സ്വർഗസമ്പദം പ്രയച്ഛതി. ചിന്താമണി എന്ന് പറഞ്ഞാൽ ചിന്തിച്ചതെല്ലാം നൽകുന്ന ഒരു രത്നമാണ് ചിന്താരത്നം. ചിന്താമണി രത്നവിശേഷമാണ്. മണി എന്നാൽ രത്നം, ചിന്താമണി ചിന്തിച്ചതെല്ലാം നൽകുന്നത്. നമ്മുടെ പാരിജാത വൃക്ഷം പോലെ അല്ലേ, കൽപ്പലത, കാമധേനു എന്നൊക്കെ പറയും പോലെ ഒരു രത്നമാണ്. ആഗ്രഹിച്ചതെല്ലാം നൽകുന്ന ഒരു രത്നം, അതിൻ്റെ പേര് ചിന്താമണി. അത് ലോകസുഖത്തെ നൽകുന്നു, ഈ ലോകത്തിൽ സുഖത്തെ നൽകുന്നു. സുരേന്ദ്ര സ്വർഗസമ്പദം. സുരേന്ദ്ര ദേവേന്ദ്രൻ. ദേവേന്ദ്രനെ നമ്മൾ ശരണം പ്രാപിച്ചാൽ അദ്ദേഹം സ്വർഗത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ തരും. അദ്ദേഹത്തെ സേവിച്ചാൽ അദ്ദേഹം സ്വർഗസമ്പത്തുക്കളെ നൽകും. എന്നാൽ ഗുരുഹു പ്രീത, പ്രീതനായിട്ടുള്ള ഗുരുവാണെങ്കിലോ അദ്ദേഹം നൽകുന്നത് എന്താണ്? യോഗി ദുർലഭം വൈകുണ്ഠം പ്രയച്ഛതി. ഗുരു പ്രീതിപ്പെട്ടു കഴിഞ്ഞാൽ യോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള വൈകുണ്ഠത്തെ തന്നെ നൽകും. അപ്പൊ ചിന്താമണി ലോകത്തിലുള്ള നിസ്സാര സുഖങ്ങളെ നൽകുന്നു. ഇന്ദ്രൻ പ്രസാദിച്ചാൽ സ്വർഗത്തെ നൽകുന്നു. എന്നാൽ ഗുരു പ്രസാദിച്ചാലോ യോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള വൈകുണ്ഠം തന്നെ നമുക്ക് പ്രാപിക്കാൻ സഹായിക്കും. അപ്പൊ ആരാണ് ശ്രേഷ്ഠൻ? ചിന്താമണിയാണോ ശ്രേഷ്ഠൻ? ദേവേന്ദ്രനാണോ ശ്രേഷ്ഠൻ? ഗുരുവാണോ ശ്രേഷ്ഠൻ? ചിന്തിച്ചോളൂ. ആരാണ് ഏറ്റവും നല്ലത് തരുന്നത്? അവരല്ലേ ശ്രേഷ്ഠൻ. ചിന്താമണിക്ക് ലോകസുഖം തരാനേ, ഈ ലോകസുഖം നൽകാനേ കഴിയുള്ളൂ. ഇന്ദ്രന് സ്വർഗലോകസുഖം തരാൻ കഴിവുണ്ട്, കുറച്ചുകൂടി ബെറ്റർ. എന്നാൽ ഗുരുവാകട്ടെ ശാശ്വതമായ ആനന്ദത്തെ, വൈകുണ്ഠത്തെ നൽകുന്നവനാണ്. യോഗികൾക്ക് പോലും ദുർലഭമായ വൈകുണ്ഠം നൽകുന്നവനാണ് യഥാർത്ഥ ഗുരു. അങ്ങനെയുള്ള ഒരു ഗുരുവാണ് അങ്ങ്. ആരാ? സൂതനെ പുകഴ്ത്തുകയാണ്. അപ്പം അങ്ങ് വിചാരിച്ചാൽ ഞങ്ങൾക്ക് വൈകുണ്ഠം തന്നെ നൽകാൻ കഴിയും, ആനന്ദം നൽകാൻ കഴിയും. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങളിതാ ആശ്രയിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ശിഷ്യന്മാർക്ക് അങ്ങ് കനിഞ്ഞ് അനുഗ്രഹം ചെയ്ത് ഞങ്ങളുടെ ദുരിതങ്ങൾ, ദുഃഖങ്ങളൊക്കെ നീക്കി, ഞങ്ങളുടെ സംശയങ്ങളൊക്കെ നീക്കി ഞങ്ങൾക്ക് വൈകുണ്ഠപ്രാപ്തി ഉണ്ടാക്കണം എന്ന് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് കാര്യം പറഞ്ഞിരിക്കണു എന്നർത്ഥം. ചുരുങ്ങിയ വാക്കുകളിലാണ് ശ്ലോകങ്ങളിൽ പറയുക. നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ വിസ്തരിക്കേണ്ടി വരുന്നു. അപ്പോൾ മാത്രമേ സാധാരണക്കാർക്ക് അതിൻ്റെ എന്താണ് ആഴവും പരപ്പും എന്നറിയാൻ കഴിയുന്നുള്ളൂ. അപ്പം ഇങ്ങനെ 5 ശ്ലോകങ്ങളെ കൊണ്ട് ശൗനകൻ ചോദ്യം ചോദിച്ചു. ആ ചോദ്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം, അപ്പം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ശൗനക ഉവാച
അജ്ഞാനദ്വാന്തവിദ്വംസകോടി സൂര്യസമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം ഭക്തിജ്ഞാനവിരാഗാപ്ത വിവേകോ വർദ്ധതേ കഥം മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം ഇഹ ഘോരേ കലൗ പ്രാപ്തേ ജീവശ്ചാസുരതാം ഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുനാ ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരും പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ചോദ്യമേ ആയിട്ടുള്ളൂ. അതിനി മറുപടി സൂതൻ പറയുന്നു. അപ്പോൾ സൂത ഉവാച എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നു. ഈ ശൗനകന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇനി ഭാഗവത മാഹാത്മ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് 8 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം. സൂത ഉവാച പ്രീതി ശൗനകചിത്തേ തേ യതോ വച്മി വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം ഭക്ത്യൗഗവർദ്ധനം യച്ച കൃഷ്ണ സന്തോഷഹേതുകം തദഹം തേ വിദാസ്യാമി സാവധാനതയാ ശൃണു കാലവ്യാളമുഗ്രാസത്രാസ നിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിൻ മനഃശുദ്ധ്യൈ ന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുഗേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാഃ കഥാ സുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാച ക്വ മണിർമഹാൻ ബ്രഹ്മരാധോ വിചാര്യേതി തദാ ദേവാൻ ജഹാസഃ അഭക്താൻ താംശ്ച വിജ്ഞായ ന ദദൗ സ കഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്താ സുരാണാമപി ദുർലഭ രാജ്ഞോ മോക്ഷം തദാ വീക്ഷ്യ പുരാ ദാതാപി വിസ്മിതഃ സത്യലോകേ തുലാം ബദ്ധ്വാ അതോലയത് സാധനാന്യജ ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയുഃ മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠബലദായകം സപ്താഹശ്രവണേനൈവ സർവദാ മുക്തിദായകം സനകാദ്യൈഃ പുരാ പ്രോക്തം നാരദായ ദയാപരൈഃ യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതത് സുരർഷിണ സപ്താഹശ്രവണവിധിഃ കുമാരൈസ്തസ്യ ഭാഷിതഃ. ഇതാണ് സൂതന്റെ മറുപടി ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയും തുടർന്ന് ശൗനകാദികളിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനൊക്കെ വിസ്തരിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം ഓരോ ശ്ലോകമായിട്ട് നോക്കാൻ. സൂത ഉവാച. സൂതൻ ശൗനകന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. പ്രീതിഹി ശൗനക ചിത്തേതേ യതോ വച്മി വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം. അപ്പോൾ ഹേ ശൗനക എന്ന സംബോധനയാണ് സൂതൻ ചെയ്യുന്നത്. അല്ലയോ ശൗനക, തേ ചിത്തേ പ്രീതിഹി, നിന്റെ ചിത്തത്തിൽ നല്ല പ്രീതിയുണ്ട് എന്ന് വെച്ചാൽ എന്നോട് പ്രേമമുണ്ട് എന്നാണ് താല്പര്യം. അതുകൊണ്ട് നല്ലൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഏതെങ്കിലും വിവരക്കേടുകളാണ് ചോദിച്ചിരുന്നതെങ്കിലോ, സൂതനോട് ശൗനകാദികള് അങ്ങെന്താ ഇങ്ങനെ ആയത്, അങ്ങെന്താ കല്യാണം കഴിക്കാതിരുന്നത്, അങ്ങേക്ക് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ, എത്ര കുട്ടികളുണ്ട്, എവിടുന്നാ വരണ്, ഇതുവരെ എന്തൊക്കെയാ ചെയ്ത്, ഇങ്ങനെയുള്ള വല്ല വിഡ്ഢിത്തരങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇദ്ദേഹത്തിന് വല്ല പ്രയോജനമുണ്ടോ? സംസാരം വർദ്ധിപ്പിക്കുക എന്നല്ലാതെ
വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറെ വല്ല ഗുണമുണ്ടോ? അപ്പൊ ശൗനകൻ ചോദിച്ച ചോദ്യം എന്താണ്? വളരെ വർത്തിയായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് തേ ചിത്തേ പ്രീതിഹി എന്ന് പറഞ്ഞത്. നിന്റെ ചിത്തത്തിൽ, നിന്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ച് നല്ല പ്രീതിയുണ്ട്, നല്ല പ്രേമമുണ്ട്. എന്നോടുള്ള പ്രേമം കൊണ്ടാണ് നീ എന്ത് ചെയ്തത്? യതഃ എന്തെന്നാൽ സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം വിചാര്യ. നീ ഇപ്പോ സർവസിദ്ധാന്ത നിഷ്പന്നം, സർവശാസ്ത്രങ്ങളുടെയും സിദ്ധാന്തങ്ങളിൽ നിന്ന് നിഷ്പന്നമായത്, അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്, സിദ്ധിച്ചു വരുന്നത് സംസാര ഭയനാശനം, സംസാര ഭയത്തെ, ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ നീ ചോദിച്ചത്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ച് നല്ല താല്പര്യമുണ്ട്, നല്ല പ്രേമമുണ്ട്, പ്രിയമുണ്ട്, പ്രീതിഹി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? വിചാര്യ വച്മി, തീർച്ചയായിട്ടും ഞാൻ വിചാരം ചെയ്ത് നിനക്ക് പറഞ്ഞു തരാം. നിന്റെ ചോദ്യം ശ്രേഷ്ഠമാണ്, അത് എന്നെ പോലും അനുഗ്രഹിക്കുന്നതാണ്. വളരെ വൃത്തിയായിട്ടുള്ള ചോദ്യമാണ് നീ ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാനതിനെ വിചാര്യ വച്മി, വച്മി വിചാര്യ എന്നുള്ളത് അവസാനത്തേക്ക് എടുക്കണം. വിചാര്യ വച്മി, ഞാൻ നല്ലതുപോലെ ചിന്തിച്ചിട്ട്, വച്മി എന്ന് പറഞ്ഞാൽ അഹം വച്മി, ഞാൻ പറഞ്ഞു തരാം. ഐ വിൽ ടെൽ യു. അപ്പൊ നിന്റെ ചോദ്യം ഗംഭീരം, അതിന് ഉത്തരം ഞാൻ പറയാം എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഭക്ത്യൗഗവർദ്ധനം യച്ഛ കൃഷ്ണ സന്തോഷഹേതുകം തദഹം തേ അഭിദാസ്യാമി സാവധാനതയാ ശൃണു. ഭക്ത്യൗഗവർദ്ധനം യച്ഛ, ഏതൊന്നാണോ ഭക്ത്യൗഗവർദ്ധനം, ഭക്ത്യൗഗം എന്ന് പറഞ്ഞാൽ ഔഘം എന്ന പ്രവാഹം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഭക്തിയുടെ പ്രവാഹത്തിന് ശക്തി വർദ്ധിക്കുന്നത് അല്ലേ? നമ്മുടെ കേരളത്തിലെ ചില പുഴകളൊക്കെ ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ ഒഴുകുന്നുണ്ട്. ഭാരതപ്പുഴ, അവിടെ എന്തുണ്ട്? വെള്ളമൊന്നുമില്ല. അവിടെ ഇത്തിരി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്തു കൂടെ ഒരു ചാല് നൂല് പോലെ ഒഴുകുന്നുണ്ട്. അതിൽ വല്ല പ്രവാഹമുണ്ടോ? ശക്തിയില്ലാത്ത പ്രവാഹമാണ്. എപ്പോ അല്ലേ, നമുക്ക് ആവശ്യത്തിനൊന്നും ഉതകില്ല. അതുപോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ വല്ല ഭക്തി ചിന്ത ഒഴുകിയിട്ട് വല്ല കാര്യമുണ്ടോ? നിരന്തരം വളരെ ശക്തമായിട്ടുള്ളൊരു പ്രവാഹം ഉണ്ടാകണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഏത് കേട്ടാലാണോ, അല്ലെങ്കിൽ എവിടുന്ന് എങ്ങനെയാണോ കേൾക്കുന്നവരുടെ ഉള്ളിൽ, നിന്റെ ഉള്ളിലും കേൾക്കുന്നവരുടെ ഉള്ളിലും ഭക്തിയുടെ പ്രവാഹം വൃദ്ധിയെ പ്രാപിക്കുന്നത്, ഭക്തിയുടെ പെരുമഴക്കാലം ഉണ്ടാകുന്നത്, അതാണ് ഭക്തിയൗക വർധനം. നല്ല പെരുമഴക്കാലത്ത് നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്നത് പോലെ, വളരെ ശക്തമായ പ്രവാഹം ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഭക്തിയുടെ പെരുമഴയുണ്ടാകണം. ഭക്തിയൗക വർധനം വെച്ച കൃഷ്ണ സന്തോഷ ഹേതുകം. ഇനി ഏത് കേട്ടാൽ, നമ്മൾ എന്ത് ചെയ്താൽ കൃഷ്ണന് പ്രീതികരം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണപ്രാപ്തികരം ശശ്വത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ കൃഷ്ണ സന്തോഷഹേതുകം, ഭഗവാന് സന്തോഷമുണ്ടാക്കുന്ന പ്രവൃത്തി, അതിന് കാരണമാകുന്നത്, ഹേതുവാകുന്നത്. ഇപ്പൊ ഭഗവാൻ പ്രസാദിക്കാൻ എളുപ്പ വഴിയുള്ള ഏറ്റവും നല്ല പ്രവൃത്തി ഏതാണ്? അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. തദഹം തേ അഭിദാസ്യാമി. അപ്പൊ ഭഗവാൻ പ്രസാദിച്ചാൽ എവിടെ അറിയാം? എവിടെ ഇരിക്കുന്ന ഭഗവാൻ? ഗുരുവായൂരിലിരിക്കുന്ന ഭഗവാൻ പ്രസാദിച്ചോ? തിരുപ്പതിയിലിരിക്കുന്ന ഭഗവാൻ പ്രസാദിച്ചോ? ബദരീനാഥത്തിരിക്കുന്ന ഭഗവാൻ പ്രസാദിച്ചോ? ശ്രീപത്മനാഭം പ്രസാദിച്ചോ? എങ്ങനെയപ്പോ അറിയാ? നമ്മള് ജ്യോതിഷന്മാര് പ്രശ്നം വെച്ച് നോക്കണോ ഭഗവാൻ പ്രസാദിച്ചോ എന്ന്? ഒന്നും വേണ്ട. ഭഗവാൻ പ്രസാദിച്ചാൽ ഏറ്റവും അടുത്തറിയാം നമുക്ക്. അപ്പൊ കൃഷ്ണസന്തോഷ ഹേതുകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മപ്രസാദം തന്നെയാണ്. അവനവന്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ആത്മതൃപ്തിയുണ്ട്, ആനന്ദമുണ്ട്, നിർവൃതിയുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. കൃഷ്ണസന്തോഷ ഹേതുകം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരുടെ ഉള്ളില് എന്തെന്നില്ലാത്ത ധന്യത, ആ തൃപ്തി, നിറവ്, സന്തോഷം, ആനന്ദം അതൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് കൃഷ്ണസന്തോഷ ഹേതുകം. അപ്പൊ ഉള്ളിൽ ഭക്തിപ്രവാഹം വർദ്ധിപ്പിക്കുന്നതും ഭഗവത് പ്രീതി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യം തത് അഹം തേ അഭിദാസ്യാമി, അത് ഞാൻ നിനക്കായിക്കൊണ്ട് നന്നായി പറഞ്ഞു തരാം. അഭിദാസ്യാമി, അഭിദാനം ചെയ്യാം, പറഞ്ഞു തരാം എന്നർത്ഥം. നീ എന്ത് ചെയ്യണം? സാവധാനതയാ ശൃണു, അവധാനതയോടെ. അവധാനത എന്ന് പറഞ്ഞാല് ശ്രദ്ധയോടെ, കരുതലോടെ,
കയ്യിൽ ഒരു എണ്ണപ്പാത്രം നിറച്ച് തന്നാൽ, ഒരു ഭരണി തന്നാൽ എങ്ങനെ എടുത്ത് നടക്കണം? നമ്മൾ ജാഗ്രതയില്ലാതെ നടക്കുമോ? അത് ഇട്ട് പൊട്ടിക്കുമോ? അപ്പം എത്ര അവധാനതയോടുകൂടി നടക്കണം. അതുപോലെ നമ്മുടെ മനസ്സും ബുദ്ധിയും നല്ല ജാഗ്രതയോടെ അവധാനതയോടെ ചെവി കൂർപ്പിച്ച് മുഴുവൻ കേൾക്കണം. പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധയോടുകൂടി കേൾക്കൂ, ജാഗ്രതയോടുകൂടി കേൾക്കൂ, അവധാനതയോടുകൂടി കേൾക്കൂ. ഞാൻ നിന്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു തരാം. എങ്ങനെയായാൽ നിന്റെ ഉള്ളിൽ ഭക്തിയുടെ പെരുമഴ ഉണ്ടാകും, ഭക്തി പ്രവാഹം വർദ്ധിച്ചു വരും. നിന്റെ ഉള്ളിലുള്ള ഭഗവാൻ പ്രസാദിക്കാനുള്ളതായിട്ടുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നീ ശ്രദ്ധിച്ച് കേൾക്കൂ. ഭക്ത്യൗഗവർദ്ധനം യച്ഛ കൃഷ്ണ സന്തോഷഹേതുകം തദഹം തേ വിദാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാളമുഗ്രാസത്രാസ നിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. കാലവ്യാളമുഖ ഗ്രാസത്രാസ നിർനാശഹേതവേ. ത്രാസം എന്ന് പറഞ്ഞാൽ ഭയം. ആ ത്രാസത്തെ നിർനാശം ചെയ്യുവാൻ, നിർനാശം നിതരാം നാശം, നല്ല പോലെയുള്ള നിശേഷേണയുള്ള നാശം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഭയം പൂർണ്ണമായിട്ട് പോകാനായിക്കൊണ്ട്, ഏതാണ് ഇവിടെ ഭയം? കാലവ്യാള മുഖഗ്രാസത്രാസമാണ്. കാലവ്യാളം എന്ന് പറഞ്ഞാൽ കാലമാകുന്ന സർപ്പം, കാലസ്വരൂപമാകുന്ന സർപ്പം. നമ്മുടെ ആയുസ്സിനെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കാലസർപ്പം. നമ്മൾ കാണാതെ നമ്മളെ കാലസർപ്പം വിഴുങ്ങിയിട്ടുണ്ട്. ആ കാലനാകുന്ന പാമ്പിന്റെ വായിലാണ് നമ്മളൊക്കെ കിടക്കുന്നത്. മുഴുവനായിട്ട് വിഴുങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മളൊക്കെ പാതി വിഴുങ്ങിക്കഴിഞ്ഞവരാണ്. ചിലരൊക്കെ മുക്കാലും വിഴുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ചിലരുടെ ഏതാനും അവയവങ്ങൾ മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയൊക്കെ വിഴുങ്ങിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ കാലമാകുന്ന വ്യാളത്താൽ അഥവാ പാമ്പിനാൽ, അതിൻ്റെ മുഖം കൊണ്ട്, അതിൻ്റെ വായ കൊണ്ട് ഗ്രാസം ചെയ്യപ്പെട്ടിരിക്കണു, ഗ്രസിക്കപ്പെട്ടിരിക്കണു നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ ത്രാസം നമുക്കുണ്ട്, ഭയമുണ്ട്. കാലമാകുന്ന പാമ്പിൻ്റെ വായിൽപ്പെട്ട് മരണം ആസന്നരായിരിക്കുന്നവരാണ് നമ്മൾ. എപ്പോൾ വേണമെങ്കിൽ മരണം സംഭവിക്കാം. ആ മരണത്തെക്കുറിച്ചിട്ടുള്ള ഭയം നമുക്കൊക്കെ ഉണ്ട്. ആ ഭയത്തെ ഇല്ലായ്മ ചെയ്യുവാനായിക്കൊണ്ട് നിർനാശഹേതവേ. അപ്പോൾ കാലവ്യാളസ്യ മുഖേന നമ്മളെല്ലാം ഗ്രസിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നുണ്ടായിട്ടുള്ള ത്രാസത്തെ നിർനാശം ചെയ്യുവാൻ കാരണമാകുന്ന വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താണത്? ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ആ ശ്രീമദ് ഭാഗവതം എന്നതായിട്ടുള്ള അതിശ്രേഷ്ഠമായിരിക്കുന്ന ശാസ്ത്രം, അത് കലിയിൽ കീരേണ ഭാഷിതം. കീരം എന്ന് പറഞ്ഞാൽ കീരവാണി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ തത്തയുടെ കൊഞ്ചലിനാണ് കീരവാണി എന്ന് പറയുക, കിളിക്കൊഞ്ചൽ. അപ്പോൾ കീരം എന്നാൽ കിളിയാണ്, തത്തയാണ്, സുഖമാണ്. ഇവിടെ കീരേണ ഭാഷിതം എന്ന് പറഞ്ഞാൽ സുഖബ്രഹ്മർഷിയാൽ പറയപ്പെട്ടത്. സുഖബ്രഹ്മർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള കലിയുഗത്തിൽ, കലിയുടെ ആരംഭത്തിലാണ് എന്നുവെച്ചാൽ ഭഗവാൻ സ്വർഗ അഥവാ ദേഹ ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് പോയ ശേഷമാണ് പരീക്ഷത്തിന്റെ ഭരണം. ആ പരീക്ഷത്ത് കുറെ കാലം ഭരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ശാപം ഉണ്ടാകുന്നത്. അദ്ദേഹം ശാപം കിട്ടിയതിന് ശേഷമാണ് പ്രായോപവേശം ഹരിദ്വാരത്തിൽ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സുഖബ്രഹ്മർഷിയെ കണ്ടുമുട്ടുന്നതും സുഖബ്രഹ്മർഷി ഭാഗവതം ഉപദേശിക്കുന്നതും. അപ്പോൾ കലിയുഗത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പോയിട്ട് ഏതാനും വർഷങ്ങൾക്കകം, 10-30 വർഷത്തിനകമാണ് ആദ്യത്തെ ഭാഗവത സപ്താഹം നടക്കുന്നത്. ഭഗവാൻ ദേഹത്യാഗം ചെയ്തതടക്കം സുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം നടന്നതായിട്ടുള്ള ഏതാനും വർഷങ്ങൾക്കകം നടന്നതായിട്ടുള്ള കഥയാണ്. അതെപ്പോഴാണ് നടന്നതെന്നൊക്കെ ഈ മഹാത്മ്യത്തിൽ തന്നെ നമുക്ക് കാണാം. ഭഗവാൻ ദേഹത്യാഗം ചെയ്തിട്ട് 36 വർഷത്തിൻ്റെ അകത്ത് മറ്റാണ് ഈ ആദ്യത്തെ സപ്താഹം നടത്തുന്നത്. സുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുന്നത്. അപ്പോൾ കലൗ എന്ന് പറഞ്ഞാൽ കലിയുഗം ആരംഭിച്ചപ്പോൾ കീരേണ സുഖേന ഭാഷിതം പറയപ്പെട്ടത് ഏതാണ്? ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. അപ്പൊ നമ്മുടെ മരണഭയത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനായിക്കൊണ്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ്
കലിയുഗത്തിൽ സാക്ഷാൽ സുഖബ്രഹ്മർഷി പരീക്ഷത്തിനായി കൊണ്ട് ഉപദേശിച്ച് ആ ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. കാലവ്യാളമുഖഗ്രാസത്രാസ നിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗകിരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത്. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. മനഃശുദ്ധിക്കായിക്കൊണ്ട്, ചിത്തശുദ്ധിക്കായിക്കൊണ്ട് ഏതസ്മാത് അപരം കിഞ്ചിത് ന വിദ്യതേ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊരു കാര്യം ഞാൻ കാണുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ ചിത്തശുദ്ധിക്കായിക്കൊണ്ട് ഈ കലിയുഗത്തില് ഏറ്റവും നല്ല മാർഗം ഏതാണ്? നമുക്ക് വസ്ത്രം അലക്കാനാണെങ്കിൽ സർഫെക്സലോ ഏരിയലോ അതൊക്കെ അലക്കാം, അതുകൊണ്ട് അലക്കാം. അതിലും വെച്ച് നല്ലതൊക്കെ ഉണ്ടെങ്കിൽ കാശ് കൂടുതൽ കൊടുത്താൽ നന്നായി വൃത്തിയാക്കി കിട്ടും. നമ്മുടെ ദേഹം ശുദ്ധമാക്കാൻ മറ്റ് ഡീറ്റർജൻസ്, മറ്റ് എന്താ പറയുക, ടോയ്ലറ്റ് സോപ്പുകളൊക്കെ ഉപയോഗിക്കാം അല്ലേ? എന്നാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള സോപ്പ് ഏതാണ്? ഏറ്റവും നല്ല സോപ്പ്, ഏറ്റവും ശുദ്ധി നൽകുന്നത്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നില്ല എന്നാ പറയണത്. ഏതിനേക്കാൾ? ഇവിടെ ഭാഗവതമാണ് പ്രതിപാദ്യ വിഷയം. അപ്പൊ ശ്രീമദ് ഭാഗവതത്തെക്കാൾ മനഃശുദ്ധിക്ക് ശ്രേഷ്ഠമായിട്ട്, അപരമായിട്ട്, അന്യമായിട്ട് യാതൊന്നും ന വിദ്യത കാണുന്നില്ല. ഏതസ്മാത് അപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യത. ഇനി ഈ ശ്രീമദ് ഭാഗവതം നമുക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് എപ്പോഴാണ്? ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തരേ പുണ്യം ഭവേത്. എപ്പോഴാണോ ജന്മാന്തരത്തിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള പുണ്യം അത് നമുക്ക് ഒന്നിച്ച് മെച്ചുവറായിട്ട് വരിക. നമ്മൾ കുറേ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിങ് ഡെപ്പോസിറ്റും ഒക്കെ ആയിട്ട് ഒന്നിച്ച് കുറേ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി മെച്ചുവറായിട്ട് ഒന്നിച്ച് കിട്ടുന്നത് പോലെയാണ് ഏത് ജന്മത്തിലാണോ നമുക്ക് നമ്മുടെ പൂർവ്വ പുണ്യങ്ങളെല്ലാം ഒന്നിച്ച് ഫലിക്കുന്നത്, പാകമായി വരുന്നത്. ജന്മാന്തരേ പുണ്യം ഭവേത് തഥാ, അപ്പോഴാണ് ഭാഗവതം ലഭേത്, നിങ്ങൾക്ക് ഭാഗവതത്തിന്റെ അടുത്തെത്താൻ യോഗ്യത ഉണ്ടാവുക, ഭാഗവതം ശ്രവണം ചെയ്യുവാനുള്ള അധികാരം നമുക്കുണ്ടാവുക. നമ്മുടെ അടുത്തൊക്കെ ഭാഗവത സപ്താഹങ്ങളോ ഭാഗവത ക്ലാസ്സുകളോ ഒക്കെ നടക്കുന്നുണ്ടാവും, കേൾക്കാൻ തോന്നില്ല, വേറെ പണിയുണ്ട് എന്ന് പറയും നമ്മൾ അല്ലേ? എന്തുകൊണ്ട്? നമുക്ക് അധികാരമായിട്ടില്ല, നമുക്ക് പുണ്യമായിട്ടില്ല, നമ്മുടെ പാപം തീർന്നിട്ടില്ല, പാപത്തിന്റെ ഫലമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിച്ച് തീർത്തിട്ടില്ല. അപ്പൊ ഇനിയും പാപങ്ങൾ കിടക്കുന്നത് കൊണ്ട്, ദുരിതങ്ങൾ അനുഭവിക്കാനുള്ളത് കൊണ്ട് നമ്മുടെ അടുത്ത്, നമ്മുടെ ചുറ്റും ഭാഗവതം നടന്നാലും നമുക്ക് കേൾക്കാൻ തോന്നില്ല. അപ്പൊ എപ്പോഴാണോ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷയിച്ച് നമ്മുടെ പുണ്യം ബലിക്കാൻ തുടങ്ങുന്നത്, അപ്പം മാത്രമേ നമ്മൾ ഭാഗവതത്തിന്റെ അടുത്ത് എത്തിച്ചേരുള്ളൂ എന്നർത്ഥം. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഇങ്ങനെ ഭാഗവതത്തെക്കുറിച്ച് മഹാത്മ്യം ആമുഖമായി പറഞ്ഞിട്ട് ഒരു ദൃഷ്ടാന്തം പറയണു. എന്താണ് ഈ ഭാഗവതത്തിന് ഇത്രയും വലിയ മഹിമ? വെറുതെ പൊങ്ങച്ചം പറയല്ല, കാരണസഹിതം അതിന്റെ ദൃഷ്ടാന്ത സഹിതം പറയണത്. ആ ഉദാഹരണം നോക്കിക്കോളൂ. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുഗേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാഃ കഥാ സുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ആ രണ്ട് ശ്ലോകം കണ്ടിട്ട് അടുത്തതിലേക്ക് പോവാം. ആശയം തുടർച്ചയായിട്ട് പോവുകയാണ്. അപ്പൊ പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുഗേ. ശുഗേ എന്ന് പറഞ്ഞാൽ ശുഗനിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സപ്തമി, സതീ സപ്തമി പ്രയോഗമാണ്. എപ്പോഴാണോ സഭായാം പരീക്ഷിതേ കഥാം വക്തും ശുഗേ സംസ്ഥിതേ, ആ ഹരിദ്വാരത്തിൽ പ്രായോപവേശം ചെയ്ത് കിടക്കുകയാണ് പരീക്ഷിത്ത്. ആ സഭയിൽ അനേക മഹാത്മാക്കൾ വന്നു ചേർന്നിട്ടുള്ള ആ സഭയിൽ ഏറ്റവും അവസാനമാണ് ശുഗബ്രഹ്മർഷി വന്നു ചേരുന്നത്. ആ ശുഗബ്രഹ്മർഷി അവിടെ സംസ്ഥിതനായപ്പോൾ, ആഗതനായപ്പോൾ, വന്നു ചേർന്നപ്പോൾ, അദ്ദേഹം ആസനസ്ഥനായി ഇരുന്നപ്പോൾ എന്നൊക്കെ അർത്ഥം. പരീക്ഷത്തിനോടായിക്കൊണ്ട് കഥയെ പറയുവാൻ ശുഗബ്രഹ്മർഷി ആരംഭിച്ചപ്പോൾ സുധാകുംഭം ഗൃഹീത്വാ ഏവ ദേവാഹ തത്ര സമാഗമന്. ദേവാഹ, ദേവലോകത്ത് നിന്ന് ദേവന്മാര് തത്ര സമാഗമന് അവിടെ ആഗമിച്ചു.
എങ്ങനെ? സുധാകുംഭം ഗൃഹീത്വാ ഏവ, അമൃതകലശത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട്. കാരണം ദേവന്മാരുടെ അമൃതപാത്രമുണ്ട്, അമൃതകലശമുണ്ട്. ആ അമൃതകലശം അവർ കൊണ്ടുവന്ന് ശുഖബ്രഹ്മർഷിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അതാണ് ഇവിടെ പറയുന്നത്, സുധാകുംഭം ഗൃഹീത്വാ ഏവ ദേവാഹ തത്ര സമാഗമന്. എന്നിട്ട് എന്ത് പറഞ്ഞു? ശുകം നത്വാ അവതൻ സർവേ സ്വകാര്യ കുശലാ സുരാഹ. ശുകം നത്വ, ശുകനെ നമസ്കരിച്ചിട്ട്, ശുഖബ്രഹ്മർഷിയെ നമസ്കരിച്ചു. എന്നിട്ട് സർവേ സുരാഹ, എല്ലാ ദേവന്മാരും, അവതൻ, അവതൻ എന്ന് പറഞ്ഞാൽ വധിച്ചു, പറഞ്ഞു എന്നർത്ഥം. എല്ലാവരും കൂടി ഒന്നിച്ചു പറഞ്ഞു. അവരെങ്ങനെയുള്ളവരാണ്? അവർ കള്ളന്മാരാ, സ്വാർത്ഥന്മാരാ. സ്വകാര്യ കുശലാഹ, സ്വന്തം കാര്യം കാണുന്നതിൽ കുശലന്മാരാണ്, മിടുമിടുക്കന്മാരാണ്, സ്വാർത്ഥന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള ദേവന്മാര് ഈ അമൃതകലശത്തെ ശുഖബ്രഹ്മർഷിയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, കഥാസുതാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവാ സുധാം ഇമാം. ഇമാം സുധാം ഗൃഹീത്വ, ഈ അമൃതത്തെ സ്വീകരിച്ചിട്ട് കഥാസുതാം പ്രയച്ഛസ്വ, ഞങ്ങൾക്ക് കഥാസുതയെ നൽകിയാലും, കഥാമൃതത്തെ നൽകിയാലും. ഏത് കഥാമൃതത്തെ? അങ്ങ് പറയാൻ പോകുന്ന ഭാഗവത കഥാമൃതത്തെ ഞങ്ങൾക്ക് നൽകിയാലും. പകരം ഇതാ ഇത് വെച്ചോളൂ, അമൃത കലശം വെച്ചോളൂ. എന്തിനാണ്? കാരണം ഇപ്പോ നമ്മുടെ പരീക്ഷിത്ത് രാജാവ് മരണത്തെ ഭയപ്പെട്ടിട്ട് വേണമല്ലോ ഇരിക്കുന്നത്. തക്ഷകൻ കടിച്ച് മരിക്കാൻ പോകണു എന്നുള്ള ഭയം കൊണ്ടാണ് പരീക്ഷിത്ത് രാജാവ് ഗംഗയിൽ വന്നിരിക്കുന്നത്, പ്രായോപവേശം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അമൃതം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷത്തിന്റെ തൽക്കാലമുള്ള മരണഭയം മാറിക്കിട്ടും. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന് കൊടുക്കൂ. അതായത് അദ്ദേഹത്തിന് ഭാഗവതം കൊടുക്കണ്ട എന്ന് സൂചനയാണ്. അവരുടെ സ്വാർത്ഥത കൊണ്ട് അദ്ദേഹത്തിന് ഇത് കൊടുത്തിട്ട് പറഞ്ഞു വിടൂ, അദ്ദേഹം ധൈര്യമായിട്ട് പൊക്കോട്ടെ, അമൃതം കഴിച്ചിട്ട് അദ്ദേഹം മരണത്തെ ജയിച്ച് തക്ഷകനെ ഭയമില്ലാതിരുന്നോട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാഗവതം കൊടുക്കണ്ട, ഭാഗവതം ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് നൽകൂ. അതാണ് അവരുടെ താല്പര്യം. അതാണ് ഈ സുധാം ഗൃഹീത്വ കഥാസുധാം പ്രയച്ഛസ്വ, ഈ അമൃതത്തെ എടുത്തിട്ട് ഞങ്ങൾക്ക് കഥാസുതയെ, കഥാമൃതത്തെ നൽകിയാലും എന്ന് ദേവന്മാര് സ്വാർത്ഥത പ്രകടിപ്പിച്ചു. ഏവം വിനിമയേ ജാതേ സുധാ രാജ്ഞാ പ്രപീയത പ്രഭാസ്യാമോ വയം സർവേ ശ്രീമദ് ഭാഗവതാമൃതം. അപ്പോ ഏവം വിനിമയേ ജാതേ, ഇങ്ങനൊരു വിനിമയം, വിനിമയം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം, ഒരു എക്സ്ചേഞ്ച് അല്ലേ? ദേവന്മാരൊരു എക്സ്ചേഞ്ചിന് വന്നതാണ്, സുതയെ കൊടുത്തിട്ട് കഥാസുതയെ മേടിക്കാൻ. അങ്ങനെ വിനിമയമുണ്ടായ ആ സന്ദർഭം, അതാണ് വിനിമയേ ജാതേ സതി. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായ സന്ദർഭത്തിൽ ഇവരെന്ത് പറഞ്ഞു? സുധാ രാജ്ഞാ പ്രപീയത, ഈ രാജാവിനാൽ സുധ പാനം ചെയ്യപ്പെടട്ടെ. പരീക്ഷിത്ത് രാജാവ് വേണമെങ്കിൽ അമൃതം കുടിച്ചോട്ടെ. വയം സർവേ ശ്രീമദ് ഭാഗവതാമൃതം പ്രഭാസ്യാമഹ, ഞങ്ങള് ദേവന്മാര് എക്സ്ക്ലൂസീവായിട്ട് ശ്രീമദ് ഭാഗവതാമൃതം പ്രഭാസ്യാമഹ, ഞങ്ങൾ ശ്രീമദ് ഭാഗവതാമൃതത്തെ പ്രകർഷേണ പാസ്യാമ ഞങ്ങൾ പാനം ചെയ്യാം. അപ്പൊ ഞങ്ങൾക്ക് ഭാഗവതാമൃതത്തെ നൽകൂ, ഇദ്ദേഹത്തിന് ഈ അമൃതത്തെ കൊടുക്കൂ, പാലാഴി കടഞ്ഞെടുത്ത അമൃതത്തെ കൊടുക്കൂ, അദ്ദേഹത്തെ ഒഴിവാക്കിക്കോളൂ, എന്നിട്ട് ഞങ്ങൾക്കായിക്കൊണ്ട് ഭാഗവതാമൃതത്തെ നൽകൂ എന്ന് ഒരു എക്സ്ചേഞ്ച്, ഒരു കച്ചവടം ദേവന്മാര് ശുഖബ്രഹ്മർഷിയോട് വന്ന് പറഞ്ഞു. ഈ സമയത്ത് ശുഖബ്രഹ്മർഷി എങ്ങനെ അതിന് പ്രതികരിച്ചു? മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാ പറയണത്. ചിരിച്ചു. അദ്ദേഹം പരിഹസിച്ചു എന്ന അർത്ഥത്തിൽ ചിരിച്ചു. കാരണം അദ്ദേഹം ഉള്ളിൽ താരതമ്യം ചെയ്തു, ഇതെവിടെ കിടക്കണു അതെവിടെ കിടക്കണു എന്ന്. ഏത് തമ്മില്? ഭാഗവതം എന്ന അമൃതത്തെയും അവര് കൊണ്ടുവന്ന കലശത്തിൽ കൊണ്ടുവന്ന അമൃതത്തെയും തമ്മില് ഈ ശുഖബ്രഹ്മർഷി താരതമ്യം ചെയ്തിട്ട് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. ഒന്നും മറുപടിയെ പറഞ്ഞു. കാരണം മറുപടി അർഹിക്കുന്നില്ല ഈ ദേവന്മാർ. എന്ത് കച്ചവടത്തിനാ വന്നിരിക്കുന്നത് അല്ലേ? മുക്ക് പണ്ടം കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നാൽ ഏതെങ്കിലും ജ്വല്ലറിക്കാർ നല്ല പണ്ടം പകരം കൊടുക്കുവോ? പോലീസ് പിടിച്ച് ഏൽപ്പിക്കും. മുക്ക് പണ്ടം കൊടുത്തിട്ട് ഇത് ഇത്ര പവനുണ്ട്, ഇത് എടുത്തോളൂ നിങ്ങൾ, ഞങ്ങൾക്ക് പകരം ഇന്ന മാല തരൂ, ഇത്ര നെക്ലേസ് തരൂ എന്ന് പറഞ്ഞ് ചെന്ന് ചോദിച്ചാൽ പരിചയമുള്ളവരാണെങ്കിൽ ചിരിക്കും, എന്നിട്ട് കൊണ്ടുപോകാൻ പറയും. അല്ലെങ്കിലോ പോലീസ് പിടിച്ച് ഏൽപ്പിക്കും. അതുപോലെ ഒരു സന്ദർഭമാണ് ഇവിടെ ഉണ്ടായത്. അതാണ് ഇവിടെ പറയുന്നത്, ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാചഃ ക്വ മണിർമഹാൻ
ബ്രഹ്മരാദോ വിചാര്യേതി തഥാ ദേവാൻ ജഹാസഹ ക്വ സുധാ ക്വ കഥാ ലോകേ. ക്വ ക്വ എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കണു എന്നർത്ഥത്തിലാണ്. ഈ സുധ നിങ്ങളെ കൊണ്ടുവന്ന ഈ അമൃതം എവിടെ, എത്ര നിസ്സാരം എന്നർത്ഥം. അതിന്റെ വില എവിടെ കിടക്കണു? ക്വ സുധ ക്വ കഥ. ഈ കഥയുടെ മഹാത്മ്യം എവിടെ കിടക്കണു? ക്വ കഥ ലോകേ, ഈ ലോകത്തില്. കാജഹ ക്വ മഹാൻ മണിഹി ക്വ. കാജം എന്ന് പറഞ്ഞാൽ കാക്കപ്പൊന്ന് എന്ന് പറഞ്ഞാൽ പൊന്നല്ലാത്തത്, പൊന്നുപോലെ തോന്നുന്നത്, മിന്നുന്ന എന്തെങ്കിലും വസ്തുക്കള്, അല്ലെങ്കിൽ കുപ്പിച്ചില്ല് കൊണ്ടുവന്നിട്ട് രത്നമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പൊ അങ്ങനെയുള്ള നിസ്സാര വസ്തുക്കള്, കാക്കപ്പൊന്ന് പോലെയുള്ള വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് അതെവിടെ കിടക്കണു? മണിർ മഹാൻ ക്വ, മഹത്തായ അമൂല്യമായ രത്നം എവിടെ കിടക്കണു? കാക്കപ്പൊന്ന് എവിടെ കിടക്കണു? ഇത് തമ്മിൽ താരതമ്യം ഉണ്ടോ? ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇവിടെ ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാജ ക്വ മണിർമഹാൻ ബ്രഹ്മരാദോ വിചാര്യ ഇതി. ബ്രഹ്മരാധ, ബ്രഹ്മരാധൻ എന്നത് ഇദ്ദേഹത്തിന്റെ സുഖബ്രഹ്മർഷിയുടെ ഒരു പേരാണ്. ബ്രഹ്മരാധൻ. നമ്മുടെ പരീക്ഷത്തിന് വിഷ്ണുരാധൻ എന്നും പേരുണ്ട്. പരീക്ഷത്ത് വിഷ്ണുരാധനും ഇദ്ദേഹം ബ്രഹ്മരാധനുമാണ്. അപ്പൊ സുഖബ്രഹ്മർഷിയുടെ പേരാണ് ബ്രഹ്മരാധൻ. ആ ബ്രഹ്മരാധനായ സുഖബ്രഹ്മർഷി ഇപ്രകാരം ചിന്തിച്ച് വിചാര്യ തഥാ അപ്പോൾ ദേവാൻ ജഹാസ. ഹ എന്നുള്ളത് ആശ്ചര്യം. ദേവാൻ ജഹാസ, ദേവന്മാരെ പരിഹസിച്ചു, ചിരിച്ചു എന്നർത്ഥം. ഒന്നും മറുപടി പറഞ്ഞില്ല, ചിരിച്ചു. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാച ക്വ മണിർമഹാൻ ബ്രഹ്മരാദോ വിചാര്യേതി തഥാ ദേവാൻ ജഹാസഃ. അഭക്താംസ്താംസ്ത വിജ്ഞായ ന ദദൗ സ കഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭാ. അഭക്താൻ താൻ ച വിജ്ഞായ ന ദദൗ സ കഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭാ. അപ്പൊ താൻ അഭക്താൻ വിജ്ഞായ, ഈ വന്നിരിക്കുന്ന ദേവന്മാരും അഭക്തന്മാരാണ്, അവർക്ക് ശരിക്കും ഭക്തിയൊന്നുമില്ല. പിന്നെയോ പരീക്ഷത്തിനോടുള്ള അസൂയ കൊണ്ടുവന്നിരിക്കുകയാണ്, മത്സരബുദ്ധി കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്തിയുള്ളത് കൊണ്ടോ വന്നിരിക്കുന്നല്ല, മത്സരബുദ്ധി കൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് വിജ്ഞായ അറിഞ്ഞിട്ട് ന ദദൗ കൊടുത്തില്ല സഹ സുഖബ്രഹ്മർഷി എന്ത് കഥാമൃതം. ആ കഥാമൃതത്തെ കൊടുത്തില്ല. ആർക്ക്? ദേവന്മാർക്ക്. എന്തുകൊണ്ട്? ഇവർക്ക് അതിനുള്ള അർഹതയില്ല, യോഗ്യതയില്ല, ഭക്തിയില്ല. വെറും മത്സരിച്ച് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർക്ക് മുമ്പേ ചോദിക്കായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ പരീക്ഷത്തിന് കൊടുക്കാൻ നേരത്ത് നോക്കി വിലപേശി വന്നിരിക്കുകയാണ്. അപ്പൊ പരീക്ഷത്തിന് ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സുഖബ്രഹ്മർഷി കരുതിയിട്ട് കൊടുത്തില്ല. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാം അപി ദുർലഭ. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതീ വാർത്ത, ശ്രീമദ് ഭാഗവതത്തെ കുറിച്ചിട്ടുള്ള സംബന്ധിച്ച വാർത്ത, കഥ സുരാണാമപി ദുർലഭ, ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ളതാകുന്നു. ദേവന്മാർക്ക് പോലും അത് ലഭിക്കാൻ പ്രയാസമാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാനങ്ങളും ഐശ്വര്യവും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് അഹങ്കാരം ഉണ്ടാവും. ആ അഹങ്കാരം ഉള്ളവർക്കൊന്നും ഭാഗവതം മനസ്സിലാവില്ല. ഈ ലോകത്തിലുള്ള വലിയ ഗർവിഷ്ഠന്മാർക്കൊന്നും ഭാഗവതത്തിൽ താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അവർ വലിയ അഭിമാനികൾ, അഹങ്കാരികളാണ്. ധനത്തിലും യൗവനത്തിലും സൗന്ദര്യത്തിലും സ്ഥാനമാനങ്ങളിലും യശസ്സിലും ഒക്കെ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഭാഗവതത്തിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് അർഹതയുമില്ല. അപ്പോ അങ്ങനെയുള്ള ദേവന്മാർക്ക് ദുർലഭമായിട്ടുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം. ഈ ഭാഗവതത്തിന്റെ മുമ്പിൽ എത്തണമെങ്കിൽ ആദ്യം ശ്രദ്ധയും ഭക്തിയും വിനയവും വേണം. അസൂയയും കുനിഷ്ടും കൊണ്ട് വന്നാൽ കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഈ സ്വഭാവമൊക്കെ നമ്മൾ മാറ്റിയിട്ട് വേണം ഭാഗവതം കേൾക്കാൻ എന്നർത്ഥം. അപ്പൊ എന്തുകൊണ്ടാണ് ദേവന്മാർ ഇവിടെ വന്നതെന്ന് വെച്ചാൽ, ഈ പരീക്ഷിത്ത് രാജാവ് ഈ ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉടനെ മുക്തി കിട്ടും. അദ്ദേഹം സ്വർഗത്തിനേക്കാൾ മുകളിലുള്ള വൈകുണ്ഠ പദവിയെ പ്രാപിക്കും. അത് ഇവർക്ക് സഹിക്കില്ല. കാരണം ഇവരുടെ കീഴിൽ നിൽക്കുന്നതാണ് അവർക്കിഷ്ടം. എപ്പോഴും ദേവന്മാർക്ക് മനുഷ്യന്മാരെ അവരുടെ കാൽക്കീഴിലിരിക്കണം.
എന്നും അവരെ ആശ്രയിച്ചു കൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പലരും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വലിയ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനെ ഓരോ കാര്യങ്ങൾക്ക് സമീപിക്കുമ്പോൾ താഴെയുള്ളവർക്ക് എത്ര അസൂയയും കുനിഷ്ടും കുശുമ്പും ഉണ്ടാവും. അവർ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പാര വയ്ക്കാൻ നോക്കും. ആദ്യം നിങ്ങൾ അവരുടെ അടുത്ത് പോയി ആ കാര്യത്തിന് പോയതാണ്. അവരപ്പോൾ 100 ഡിമാൻഡ് പറഞ്ഞു, കൈക്കൂലിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ സമ്മതിച്ചില്ല. കാരണം നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ആളുമായിട്ട് പിടിപാടുണ്ട്. അങ്ങനെ മുകളിലുള്ള ആളെ നിങ്ങൾ ചെന്ന് ആശ്രയിച്ചപ്പോൾ ഈ ഇടയിലുള്ളവർക്ക് എന്ത് തോന്നി? ആഹാ, അത്ര സാമർഥ്യം, എന്നാൽ പിന്നെ അയാൾ എങ്ങനെ സാധിക്കും നോക്കട്ടെ എന്ന് പറഞ്ഞ് 100 വിഘ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് ദേവന്മാരുടെ സ്വഭാവം. ദേവന്മാർക്ക് മനുഷ്യന്മാർ അവരുടെ കീഴിലിരിക്കണം എപ്പോഴും. എന്നും അവരുടെ മുമ്പിൽ കിഴിയും വാങ്ങിച്ചല്ല, കിറ്റും വാങ്ങിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? അവരുടെ മുമ്പിൽ കിറ്റ് യാചിക്കുന്നവരായി, പെൻഷൻ യാചിക്കുന്നവരായി നമ്മൾ കഴിയണം. നമ്മൾ സ്വതന്ത്രരാവാൻ പാടുള്ളതല്ല. നമ്മൾ പൂർണ്ണ സ്വതന്ത്രരാവുന്നത് ദേവന്മാർക്ക് ഇഷ്ടമല്ല എന്നർത്ഥം. എല്ലാം അവിടെയുണ്ട് ഈ കൂട്ടർ. അപ്പോൾ നമ്മളെ സ്വതന്ത്രരായി, നമ്മൾ എല്ലാറ്റിനും കാര്യപ്രാപ്തിയും സാമർഥ്യവും ഉള്ളവരായി, ആരെയും ആശ്രയിക്കാത്തവരായിരിക്കുന്നത് നമ്മളിപ്പോൾ ആശ്രയിക്കുന്നവർക്ക് ഇഷ്ടാവില്ല. ആഹാ, അവനിപ്പോൾ എന്നെ വിട്ടുപോയി എന്ന് ചിന്തിക്കും. അപ്പോൾ ദേവന്മാർക്ക് അങ്ങനെ ഒരു അസൂയുണ്ട് മനുഷ്യന്മാരോട്. മനുഷ്യന്മാർ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ദേവന്മാർ വിഘ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദേവമായ എന്ന് പറയുന്ന അതാണ്. നമ്മുടെ ധ്രുവചരിതത്തിലൊക്കെ അത് നമുക്ക് കാണാം. നാരദൻ പറഞ്ഞു കൊടുക്കേണ്ട ധ്രുവനോട്, അതേ ഭഗവാനെ ഭജിക്കാൻ പോകുമ്പോൾ മായയിൽ പെട്ടുപോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഓർമ്മ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കാൻ പരീക്ഷത്തിൻ്റെ ഭാഗ്യമുണ്ടായപ്പോൾ ദേവന്മാർ അതിന് തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം നമ്മളുടെ മുകളിലേക്ക് ഓവർടേക്ക് ചെയ്ത് പോകണ്ട, നമ്മുടെ മുകളിലേക്ക് തലയുടെ മുകളിൽ കാല് വെച്ചിട്ട് അദ്ദേഹം കടന്നു പോകണ്ട, നമ്മുടെ കാൽക്കീഴിലിരിക്കണം എന്നുള്ള അസൂയ കൊണ്ടാണ് ഭാഗവതം കൊടുക്കാതിരിക്കാൻ അമൃതം പോലും ഞങ്ങൾ കൊടുക്കാം എന്ന് തയ്യാറായത്. പക്ഷേ സുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ ഈ ചെറിയ സ്വർഗഭോഗങ്ങളോ ഭൂമിയിലുള്ള ഭോഗങ്ങളോ ആയുസ്സോ ഒന്നും കൊടുത്തല്ല അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തെ മുക്തനാക്കാനാണ് തീരുമാനിച്ചത്, സ്വതന്ത്രനാക്കാനാണ്. അതിനുള്ള അർഹത പരീക്ഷത്തിനുണ്ട്. അതുകൊണ്ട് ദേവന്മാർക്ക് കൊടുത്തില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. പരീക്ഷത്തിനാണ് ഈ ഭാഗവതം കൊടുത്തത്. അത് ഒരു ദൃഷ്ടാന്തം. ഇനി ഒരു ദൃഷ്ടാന്തം കൂടി പറയണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൻ്റെ. അതാണ് 17 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങൾ. അത് നമുക്ക് നാളെ കാണാം. ഇന്ന് സമയം അതിക്രമിച്ചു. ഇന്നിവിടെ നിർത്തിയിട്ട് നാളെ തുടർന്ന് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. ഹരി ഓം. അപ്പോൾ ഒന്ന് വൈകിട്ട് ക്ലാസ്സില്ല, ഒന്നും കാത്തിരിക്കണ്ട. നാളെ കാണാൻ വീണ്ടും. നാളെ രാവിലെ 8 മണിക്കുണ്ടാവും, 10:30-11 ക്ലാസ്സിലുണ്ടാവും. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം, എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഹരി ഓം.